യാത്ര ആക്ച്വലി നമ്മുടെ ടീമിനെ ശരിക്കും ഒന്ന് ടൈറ്റ് ആക്കി. അപ്പോൾ ഇവിടെ നമ്മൾ പറയും പോലെ എന്താണ് എനിക്ക് ഇന്നതേ കഴിയൂ എന്നുള്ളത് ആ ഒരു കൺസെപ്റ്റ് ഇവിടെ അല്ല. ഈ കോംഷയുടെ കേസിൽ മീറ്റപ്സ് നടന്നു, കേരളത്തിൽ നടന്നു, GCC മൾട്ടിപ്പിൾ കൺട്രീസിൽ നടന്നു. അത് വരുമ്പോൾ പിന്നെ ഞാൻ സൈഡായിട്ടുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരാണ് ഫ്രണ്ട് സീറ്റിൽ. ഹായ് ഗൈസ്, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു പോഡ്കാസ്റ്റ്. ബൈ ദ വേ, എൻ്റെ പേര് റാഷ് എന്നാണ്. ഞാൻ ദ 1%ന്റെ co-founder-ആണ്. ആൻഡ് നമ്മളൊപ്പം ഇന്നുള്ളത് നമ്മളെ മീഡിയ ടീമാണ്. നമുക്ക് രണ്ടാൾക്കാരും കൂടി നമ്മളെ ടീമിലുണ്ട്. അവര് മുക്കം ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അത് കാരണം തന്നെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. ഇത് യാദൃശികമായിട്ടാണ് ഇങ്ങനൊരു കണ്ടന്റ് നമ്മളിവിടെ ഷൂട്ട് ചെയ്യുന്നത്. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് ഹാരിസൺ കോ അക്കാഡമിയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമികളിൽ ഒന്ന്. അവരുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ചെന്ന് ചെക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് ചർച്ച തുടരാം. നമ്മളിപ്പോൾ നമ്മളെ ഈ കോംഷോയുടെ ടീം ലീഡായിട്ടുള്ള നാജി മെഹ്ർദാദ് ഉണ്ട്. നാജിയാണ് ഈ കോംഷോ എന്നുള്ള പ്രോജക്റ്റിനെ മൊത്തം ലീഡ് ചെയ്യുന്നത്. ദെൻ co-founder ആശാൻ, മെന്റർ എന്നൊക്കെ പറയുന്ന കാര്യത്തില് മിസ്റ്റർ ഹോസ്റ്റും മിസ്റ്റർ അതിലുപരി പിന്നെ കേരളത്തിലെ ഇ-കൊമേഴ്സ് എക്സ്പേർട്ട് കൂടി ആയിട്ടുള്ള മിസ്റ്റർ ഷാൻ എസ് സലാം നമ്മളിപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ എഡിറ്റർ മിസ്റ്റർ നിഹാൽ കുട്ടനുണ്ട്. അതായത് ഈ കോംഷോണ്ട് നിങ്ങൾക്ക് ഈ കോംഷോ കേരള പ്രൊഡക്റ്റ് ഉണ്ട്. ഈ രണ്ട് കണ്ടന്റിന്റെ ഏത് ക്ലിപ്പ് നിങ്ങൾ കാണുന്നുണ്ടോ അതിന്റെ ബ്രാൻഡ് എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് കണ്ടന്റ് ഫോർമാറ്റിൽ നിങ്ങൾ അവിടെ കാണുന്നുണ്ടോ അതിന്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന ആള് മിസ്റ്റർ നിഹാൽ കുട്ടനാണ്. നിഹാൽ എന്നാണ് പേര്. ഞങ്ങൾ കുട്ടൻ എക്സ്ട്രാ ഞങ്ങൾ ആഡ് ചെയ്തിട്ട് വിളിക്കുന്നതാണ്. നിഹാൽ ഉണ്ട് ഇവിടെ. ദെൻ ഡാരിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ കൊമിഷൻ ഉണ്ട് വെച്ചാൽ ഈ കൊമിഷൻ ഉണ്ട്. ഇപ്പൊ പിൻ പോയിന്റിലാണ് ഞങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പിൻ പോയിന്റിലാണ് ഫുള്ളി എന്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പിൻ പോയിന്റിൽ ഉണ്ടോ വെച്ചാൽ പിൻ പോയിന്റിലും ഉണ്ട്. പിന്നെ നമ്മൾക്ക് കുറച്ച് സാസ് സർവീസസുകളുണ്ട്. സാസ് കമ്പനീസ് നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയും പിന്നെ മൂപ്പരുണ്ട്. അപ്പോൾ ഒരു എല്ലായിടത്തുള്ള ഒരു ടെക്നിക്കൽ ഒരു ഗോ ടു പേഴ്സൺ ആണ് ഞങ്ങൾക്ക് ഡാരിൻ. ഇപ്പോൾ നമ്മളെ ഈ കോംഷോയുടെ കമ്മ്യൂണിറ്റി മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ ഡാരിൻ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ബ്രോഡ് ആയിട്ടുള്ളൊരു വേരിയബിൾ. നാളെ നമ്മളെ എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുനടക്കുന്നത് ഡാരിൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. യെസ്, എന്താന്ന് നിങ്ങളെ നിന്റെ ജേണി പറയും എങ്ങനെയാണ്? ഓക്കെ, പിന്നെ റാഷി നീ പറയട്ടെ. റാഷി എങ്ങനെയാണ്, എവിടുന്നാണ് ഈ ജേണി തുടങ്ങുന്നത്? ഈ ജേണി തുടങ്ങുന്നത് ഞാന് ഹാരിസൺ കോ അക്കാഡമിയില് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നു. ഞാനും നാജിം ബാച്ച്മേറ്റാണ്, ക്ലാസ്മേറ്റാണ്. സോറി, നാജിന്റെ പിന്നെ ഫസ്റ്റ് ഞാൻ അവിടെ പരിചയപ്പെട്ട ആളും നാജി തന്നെയാന്ന് തോന്നുന്നു എനിക്ക്. ഓക്കെ, അന്ന് എമിലാണ് ഞാൻ സാസ് മാർക്കറ്റർ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ എല്ലാരും എപ്പോഴും എൻ്റെ പിന്നെ ചിന്താഗതി വെച്ചാൽ എല്ലാരും ഒഴുകുന്ന ഇതിന്ന് മാറിയിട്ട് എങ്ങോട്ടെങ്കിലും വ്യതിചലിച്ചിട്ട് ഒഴുകാൻ പറ്റുമോ അതാണ് ചൂസ് ചെയ്യല്. ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് കുറെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഈ സാസ് മാർക്കറ്റർ എന്ന് പറഞ്ഞപ്പോ സാസ് കേൾക്കാൻ രസമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാന് എനിക്ക് വെറൈറ്റി പിടിച്ചാ. പിന്നെ സാസ് ഞാൻ ഹാരിസ്ഖാർക്ക് സാസ് പഠിക്കണം. എന്താ സാസ്, ആരാണ് സാസ്, എന്തിനാണ് സാസ് എന്നുള്ള വിളിക്കുക എന്നുള്ളത് ഒന്നും അറിയില്ല. അപ്പൊ പിന്നെ ഹാരിസ് പറഞ്ഞു ഷാൻ എന്നുള്ള ഒരാളുണ്ട്. ഷാന് സാസ് ടൂൾസ് ഒക്കെ ഓൺ ചെയ്യുന്ന ആളാണ്. ഷാന് പരിചയപ്പെടുത്തി തരാറാണ്. അങ്ങനെ അന്നായിക്കോട്ടെ. അങ്ങനെ ഷാന്
ഒരു 1-2 മീറ്റിംഗ് എനിക്ക് പോയി, അതായത് നിങ്ങൾ വരാന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഖത്തറിലോ എവിടെ പോയി വന്ന ഇതിനായിട്ട് ഇവിടെ ഇല്ല നാട്ടിൽ എന്താന്ന് പറഞ്ഞിട്ട് പിന്നെ ഷാൻ വന്നു. ഷാനായിട്ട് സംസാരിച്ചു. ഷാനോട് ചോദിച്ചു പിന്നെ എന്താ ചെയ്യുന്ന ചോദിച്ചു, എന്താ ചെയ്ത് ചോദിച്ചു. അപ്പൊ ഞാൻ എന്റെ മൊത്തം ഹിസ്റ്ററിയായിട്ട് നിരത്തി. അപ്പൊ ഷാൻ ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്താണ് എനിക്ക് പിന്നെ സുഷി എന്നുള്ള ഇതായിരുന്നു പ്രോഡക്റ്റ് തന്നെ, സുഷിനെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും ചോദിച്ചു. അങ്ങനെ ഞാൻ പോയി റിസർച്ച് ചെയ്തു, പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇത് സബ്മിറ്റ് ഒരു മെയിൽ അയച്ചു. ആ മെയിലിന്റെ റിപ്ലൈക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇതുവരെ ഹയർ ചെയ്യുന്ന ഒരാളും എനിക്ക് ഇതേമാതിരി റിപ്ലൈ തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് അതിന്റെ റിപ്ലൈ തരുന്നത്. അതായത് ഇങ്ങനെ സ്ട്രാറ്റജി തന്നിട്ടില്ല. പിന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. സുഷിയില് കസ്റ്റമർ സപ്പോർട്ട്, കുറച്ച് കോഡ് കാര്യങ്ങൾ, ടെക്നിക്കൽ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പൊക്കെ മനസ്സിലായി ഇത് ഒരു സർവീസ് ഓറിയന്റഡ് സാസ് പ്രൊഡക്റ്റ് ആണ്. അതിന്റെ ബാക്ക് എൻഡിൽ ഒരു ഡെവലപ്പർ ഇരുന്നിട്ട് പണിയെടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് പിന്നെ അതായത് അടുത്ത ആൾക്ക് അല്ലെങ്കിൽ ഡെവലപ്പറിന്റെ എണ്ണം നമ്മൾ കൂട്ടണം. അപ്പൊ എനിക്ക് മനസ്സിലായത് സ്കെയിലബിൾ അല്ല. അങ്ങനെ ഞാൻ പിന്നെ അതിൽ കുറെ ഗ്രോത്ത് ഹാക്കിംഗ് നോക്കി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഏർലി സ്റ്റേജ് ആയ കാരണം എനിക്കും അങ്ങനെ നോളജ് ഇല്ല. അപ്പൊ പിന്നെ ഞാനിങ്ങനെ നോക്കിയപ്പോ ഷാൻ ഓഫ്ലൈൻ നല്ല നെറ്റ്വർക്ക് ഉണ്ട്, ഷാനിന് എക്സ്പെർട്ടീസ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോ പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ അടുത്ത സാസ് റിലീസ് ആവണമെങ്കിൽ ടൈം എടുക്കുകയും ചെയ്യും. അപ്പൊ എനിക്കിങ്ങനെ കണ്ടന്റ് ചെയ്താൽ കൊള്ളാന്നുള്ള ഇതിൽ ഞാൻ കണ്ടന്റ് ഷാന്റെ പേഴ്സണൽ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു. ദെൻ അത് മൾട്ടിപ്പിൾ ഡയറക്ഷനിൽ സഞ്ചരിച്ച് ആ കണ്ടന്റ് ഇംഗ്ലീഷിലായിരുന്നു കണ്ടന്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നെറ്റ്വർക്കിൽ ഒരു ലെവൽ ഓഫ് ആൾക്കാർ മാത്രമുള്ളത് കണ്ടന്റ് ഉണ്ടായിരുന്നു ഇനീഷ്യലി. അതിൽ നിന്ന് ഫെലിക്സ് ജോസ്മോ വന്നു. ഫെലിക്സ് ജോസ്മോന്റെ കണ്ടന്റ് ബിൽഡ് ചെയ്തു. ഈ 2 പേഴ്സണൽ ബ്രാൻഡുകൾ പിന്നീട് ഒരു പോഡ്കാസ്റ്റ് ആയി മാറി. അതിൽ ഒന്ന് ദ ഇ-കോം ഷോ എന്നുള്ളതായി, രണ്ടാമത്തത് കേരള പ്രൊഡക്ഷൻ പോഡ്കാസ്റ്റ് ആയി മാറി. കുറെ ആക്ടിവിറ്റീസ് പിന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഈ കോംഷോയുടെ കേസിൽ മീറ്റപ്സ് നടന്നു, കേരളത്തിൽ നടന്നു, GCC മൾട്ടിപ്പിൾ കൺട്രീസിൽ നടന്നു. KPHന്റെ കേസിൽ പിന്നെ എൻഗേജ്മെന്റ് റേറ്റ്സ് കൂട്ടാൻ പറ്റിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ തന്നെ ഓൾറെഡി ഉള്ള അടിപൊളി കമ്മ്യൂണിറ്റിയാണ്, പക്ഷെ കൂടുതൽ ആൾക്കാരെ കമ്മ്യൂണിറ്റിനെ പറ്റി അറിയാനും അതിന്റെ എൻഗേജ്മെന്റ് റേറ്റ്സ് കൂട്ടാനും അത് പിന്നെ ഒരു മാഫിയ ആയിട്ട് രണ്ട് കേരളത്തിലുള്ള 2 മാഫിയകളായിട്ട് മാറാനുള്ള ഒരു പിന്നെ കാര്യമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഞാൻ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ മിസ്സായിട്ടുണ്ടാവും. പിന്നെ എന്താണ് ഇപ്പൊ പിൻ പോയിന്റിലാണ് ബിൽഡ് ചെയ്തോണ്ടിരിക്കുന്നത്. പിൻ പോയിന്റിൽ ഇതുവരെ നമ്മള് എന്താ പറയാ ഒരു സാസ് പ്രോഡക്റ്റിന്റെ ആവശ്യമുണ്ട്, ഒരു സ്കെയിലബിൾ സാസ് പ്രോഡക്റ്റിന്റെ ആവശ്യമുണ്ട്. അതിന്റെ ഒരു MVP മിനിമം ലവബിൾ പ്രോഡക്റ്റും കൂടിയല്ല പിൻ പോയിന്റിൽ. പിൻ പോയിന്റിൽ ഒരു ക്യൂകമേഴ്സ് പിന്നെ ബിസിനസ്സുകളുടെ സാധ്യതകളുടെ പിന്നെ എന്താ പറയുക ഈ നമ്മളെ അതായത് പിൻ പോയിന്റിൽ എന്ന് പറഞ്ഞാൽ ഷോപ്പിഫൈ ഓണേഴ്സിനെ ക്യൂകമേഴ്സ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സെറ്റ് ഓഫ് ആപ്പ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ ഒരു ആപ്പ് അതിൽ മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ ലൊക്കേഷൻ ഫെച്ചിങ് ഫീച്ചറാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈവൻ ദോ ഇതിന്റെ പേര് ഇപ്പൊ പിൻ പോയിന്റിൽ നിന്നാണ് നമ്മൾ വിളിക്കുമെങ്കിലും അത് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഈ ക്യൂ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു തോട്ട് ലീഡർ ആക്കി മാറ്റുക, അല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റിനെ ആൾക്കാരെ മൈൻഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശം. ബേസിക്കലി ഷോപ്പിഫൈനെ ക്യൂ കമേഴ്സിന് വേണ്ടിട്ട് സെറ്റ് ആക്കുക. ഷോപ്പിഫൈ ഇപ്പം ഇ കമേഴ്സിന് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അതായത് വിത്തിൻ 24 hours വിത്തിൻ 48 hours അത് മാറ്റിയിട്ട് 10 മിനിറ്റ് കൊണ്ട് ഡെലിവറി ചെയ്യാൻ പറ്റണ ഒരു സെറ്റപ്പിലേക്ക് ഷോപ്പിഫൈനെ കൊണ്ടുവരാം എന്നുള്ളതാണ് അജണ്ട. കാരണം എല്ലാം 10 മിനിറ്റ് ഡെലിവറി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നാളെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ശാന്തനുവിന്റെ പോഡ്കാസ്റ്റ് ഞാൻ കണ്ടിരുന്നു. ശാന്തനു പറയുന്നുണ്ട് ലോഞ്ച് ചെയ്ത അന്ന് തന്നെ ആ സിറ്റിയില് 50 ട്രിമ്മർ പോയി. റേസറല്ല, നോക്കണം. ട്രിമ്മർ പറഞ്ഞാൽ നമ്മളൊരു എന്താ പറയാ ലോങ് ടേമിന് വേണ്ടി വാങ്ങിക്കുന്ന സാധനമാണ്. അപ്പൊ ആസ് ഓഫ് നോ കസ്റ്റമേഴ്സിന് അറ്റൻഷൻ സ്പാനും പ്ലാനിങ്ങും ഒന്നുമില്ല. എന്തെങ്കിലും തോന്നി കഴിഞ്ഞാൽ അപ്പം തന്നെ കിട്ടണം. മോക്കോബറ പിന്നെ ബ്ലിങ്കിറ്റു ആയിട്ട് ടൈപ്പ് ആയി. മോക്കോബറ ഒരു സൂട്ട് കേസാണ്, ലഗേജ് എന്ന് പറയാം. ലഗേജ് ഒക്കെ ആർക്കാണ് 10 കൊല്ലത്തിൽ അല്ലെങ്കിൽ 5 കൊല്ലത്തിൽ ഒരിക്കലും വാങ്ങിക്കുന്ന സാധനമാണ്. അത് ബ്ലിങ്കിറ്റിൽ വാങ്ങിക്കണമെങ്കിൽ കസ്റ്റമർ മൈൻഡ് സെറ്റ് എവിടെ എത്തിയെന്ന് ആലോചിക്കണം. സോ നമ്മൾ അതാണ് ടാപ്പ് ചെയ്യാൻ നോക്കുന്നത്.
യാ അപ്പോ എനിക്കിപ്പോ ചോദിക്കാനുള്ളത്, എന്ത് തോന്നുന്നു ഇതുവരെ റാഷി നമ്മളെ കൂടെ 1% അന്ന് 1% ഇല്ല, അത് നമ്മളെ കൂടെ കൂടുന്നു, അത്രേ ഉള്ളൂ. 1% ഒക്കെ പിന്നെ കഴിഞ്ഞിട്ട് വന്നാണ്. എനിക്കൊന്ന് ഫെബ്രുവരി 2023 റാഷി നമ്മളെ കൂടെ കൂടുന്നത്. ഇതുവരെ ആ ജേർണിയിലൂടെ സഞ്ചരിച്ച് എന്താണ് റാഷിക്ക് എന്താ ഫീൽ? യു ഹാവ് നോട്ട് മെയ്ഡ് സോ മച്ച് മണി, ദാറ്റ് ഐ നോ. പക്ഷെ ഇതുവരെ ഒരു കൊല്ലത്തിൽ മുകളിലായി റാഷി, 1.5 കൊല്ലമായി. എന്താണ് റാഷിക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്? ഒരു യങ് ഗ്രാജുവേറ്റ് ആയിരുന്നു, കോഴ്സ് എടുത്തു, എന്താണ് റാഷിക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്? സംഭവം എനിക്ക് ഒരു ബിസിനസ്മാൻ ആവണമെന്നുള്ളതാണ് ആഗ്രഹം ഉണ്ടായത്. കുറച്ച് സോഷ്യലി ഇമ്പാക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടായിരുന്നു. ഞാൻ കുറെ കാര്യങ്ങൾ നാട്ടിൽ ചെയ്തിട്ടുള്ളതാണ്. എന്റെ സറൗണ്ടിങ്സ് വെച്ചിട്ട് ഞാൻ ചെയ്തതാണ്. എന്റെ നെറ്റ്വർക്ക് അത്ര വലുതല്ല. ബട്ട് ഇപ്പൊ ഞാൻ പറയുന്നത്, ഞാനൊരു $1 ബില്യൺ സാസ് കമ്പനി ബിൽഡ് ചെയ്യാൻ പോകുന്ന ആളാണ്. അത് ഞാൻ കോൺഫിഡൻസോട് കൂടി പറയാനുള്ള കാരണം എന്താ വെച്ചാല്, ഞാൻ പണ്ട് കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റുകള് വൈ കോമ്പിനേറ്റർ, അങ്ങനത്തെ പുറത്തുള്ള ആളുകളെ എസ്പെഷ്യലി വൈ കോമ്പിനേറ്റർ ആക്സിലറേറ്ററിന്റെ കണ്ടന്റ് ഞാൻ ഇതാക്കുന്നത്. അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഓന്റെ ബിസിനസ് പിന്നെ ഗ്രോ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്കറിയില്ല കേരളത്തിൽ വൈ കോമ്പിനേറ്റർ കമ്പനീസ് ഉണ്ടെന്നോ, ഉണ്ടെങ്കിൽ തന്നെ പിന്നെ അവരാരാണെന്നോ അവരെന്താണ് ചെയ്യുന്നെന്നോ അവരെ ഡയറക്റ്റ് കണ്ടിട്ടോ അവരായിട്ട് സംസാരിച്ചിട്ടോ ഒന്നുമില്ല. പക്ഷെ ഞാനിപ്പോ വൈ കോമ്പിനേറ്ററിൽ ഇതായിട്ടുള്ള ഇപ്പൊ ഇതെന്താ നമ്മളെ ഈ ലാസ്റ്റ് പോഡ്കാസ്റ്റ് അടക്കം സ്പോൺസർ ചെയ്തിട്ടുള്ള വൈ കോമ്പിനേറ്റർ കമ്പനിയാണ്. ഓക്കെ, അപ്പൊ സോക്കോ ആണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അതായത് നീ തുടങ്ങിയ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഇനീഷ്യേറ്റീവ് ഒരു വൈ കോമ്പിനേറ്റർ കമ്പനി സ്പോൺസർ ചെയ്തു. കേരളത്തിൽ വൈ കോമ്പിനേറ്റർ കമ്പനി ഉണ്ട് എന്ന് അറിയാത്ത ഒരു റാഷിയിൽ നിന്നും ഒരു വൈ കോമ്പിനേറ്റർ കമ്പനിയുടെ സ്പോൺസർഷിപ്പ് വാങ്ങിച്ചെടുത്ത റാഷിയിലേക്ക് മാറി. മോർ ദാൻ, അതായത് ഇപ്പൊ ഈ ഫോണ്ടേഴ്സ് ഒക്കെ നെറ്റ്വർക്കിൽ വരിക, എന്റെ പോസ്റ്റിന് ലൈക്ക് അടിക്കുക, ലിങ്ക്ഡിനിലടക്കം ഒരു പോസ്റ്റ് കാണുന്നുണ്ട്, അത് നല്ല പോസ്റ്റ് ആണെങ്കിൽ അവരെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വലിയ കാര്യമാണ്. കാരണം എന്താ വെച്ചാല് എനിക്കിപ്പോ ഇനി വൈ കോമ്പിനേറ്ററിന് ആവണമെന്നില്ല, സാസ് കമ്പനീസ് കൊടുക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ ഷൈജൽക്ക ഇന്നലെ ഓഫർ ചെയ്തത് മൂപ്പര് എക്സ്പെർട്ടീസ് ആണ്. ഞാൻ ഇത് ബിൽഡ് ചെയ്യാണ്, എനിക്ക് ഇന്ന ഡൗട്ട് ഉണ്ടാവുമ്പോൾ ഞങ്ങൾ തരും, ഓപ്പൺ ആയിട്ട് ചോദിക്കാനുള്ള അവസരം. അതുപോലെ ആസ് എ ക്ലയന്റ് എന്നുള്ളവർക്ക് അവരും തന്നെ നമ്മളെ കുറെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ സാസ് വീഡിയോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ സാസ് വീഡിയോസ് ചെയ്തിട്ടാണ് പിന്നെ കസ്റ്റമർ ഓൺ ബോർഡിങ് ആ സാധനം ഉണ്ടല്ലോ, ഒരു ഇൻബോണ്ട് മെഷീൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അവിടെ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഫെലിക്സ്, അവരെ സർഫസ് ഏരിയയും കൂടി കൂട്ടുന്ന ആൾക്കാർ, US പോകുന്ന അവിടുത്തെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ US മാർക്കറ്റിൽ ഒരു സാധനം വിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ആലോചിക്കുന്നത് എനിക്ക് അവിടെ നെറ്റ്വർക്ക് ഉണ്ട്. അതായത് ഇത്രയും ആൾക്കാർ ഇവിടുന്ന് പോയിട്ട് കേരളത്തിൽ നിന്ന് പോയിട്ട് അവിടെ പിന്നെ സാധനം വെക്കുന്നുണ്ട്, പിന്നെ അവിടുന്ന് ആൾക്കാരായിട്ട് കമ്മ്യൂണിറ്റി മീറ്റപ്സ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് കൂടുതലൊന്നുമില്ല, ഞാൻ ഓൾറെഡി ആ മാർക്കറ്റിൽ എത്തി, ഞാൻ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ സ്വിച്ച് ചെയ്യ തൽക്കാലം, പിന്നെ ഞാൻ റാഷിയിൽ നിന്ന് സ്വിച്ച് ചെയ്യാം, കാരണം ബാക്കിയുള്ളവരൊക്കെ നോക്കിക്കൊക്കെ കുറെ സാധനങ്ങൾ പറയാണ്ട്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ആളിലേക്ക് വരാം. നാജിന്റെ ഒരു ജേണി പറയും, നമ്മളെ 1% ആ ഒരു ജേണി. 1%-ല് 2023 നവംബറിലാണ് ജോയിൻ ചെയ്തത്. അപ്പൊ അതിന്റെ മുമ്പ് ഞാൻ മുമ്പ് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഫ്രൈഡേ റാഷി വരുമായിരുന്നു. റാഷി ഇങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ ഉച്ചയ്ക്ക് ശേഷം വരും. എന്നിട്ട് റാഷി ഇങ്ങനെ പിന്നെ നിങ്ങളുടെ ഈ സ്വിഷിനെ കുറിച്ചൊക്കെ പറയും. അപ്പോൾ ഞങ്ങളൊക്കെ ഹാരിസൺ കോന്ന് ഞങ്ങളൊക്കെ റാഷിനെ സാസ് എന്ന് വിളിക്കില്ല, കാരണം ഞങ്ങളൊക്കെ പെയ്ഡ് ആഡ്സ് SEO അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ റാഷി മാത്രം എടുക്കുമ്പോൾ. അപ്പോൾ എനിക്കും ക്യൂരിയോസിറ്റി ഉണ്ട്, ഇവരെന്താണ് പറയുന്നത്, അല്ല എന്താണ് ഇവർ ചെയ്യുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ റാഷിനോട് പറഞ്ഞു, നിങ്ങളെ എന്താ പറയുക, ഞങ്ങളൊരു അന്ന് കമ്പനി 1% കമ്പനി പേരിട്ടില്ല, ഞങ്ങളൊരു കമ്പനി ഞങ്ങളൊരു ഏജൻസി മോഡൽ അല്ലെങ്കിൽ കമ്പനി മോഡൽ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളിപ്പോൾ ആ സമയത്ത് കണ്ടന്റ് ആയിരുന്നു ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അന്ന് ഇ-കോം ഷോ ഉണ്ടോ? ഇ-കോം ഷോ ഇല്ല, ഒന്നുമില്ല. എന്റെ പേഴ്സണൽ ഇൻസ്റ്റഗ്രാം റീൽസ് പോകുന്നുണ്ട്, അതേ ഉള്ളൂ.
അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ടീമിലേക്ക് ഇനി വരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇൻവിറ്റേഷൻ പോലെ അങ്ങനെ ഒക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് ചോദിക്കലുണ്ടായിരുന്നു, ആ. എന്തിനാ നമുക്കിപ്പോ ഒരാള് നമുക്ക് എവിടുന്ന് റവന്യൂ അവൻ എവിടുന്ന് സാലറി എടുത്ത് കൊടുക്കും ഞാൻ ചോദിക്കലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുക്ക് എനിക്ക് സാലറിക്ക് വേണ്ടിയിട്ട് മറ്റേ കേരള SEO, അപ്പൊ ഞാൻ എന്താ കുറച്ച് എനിക്കറിയാവുന്ന കുറച്ച് എന്തൊക്കെ സംഭവമൊക്കെ നിങ്ങൾക്ക് മെയിലൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ റാശി വിളിച്ചു. ഞാൻ എനിക്ക് പറയുന്ന അങ്ങനെ കാര്യമായിട്ട് ആലോചിക്കൊന്നും വന്നിട്ടില്ല. അപ്പോ പിന്നുള്ളത് തന്നെ എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇതായിരുന്നു. കാരണം ഞാൻ അതുവരെ ചെയ്തത് വാട്സാപ്പ് മാർക്കറ്റിംഗ്, പെയ്ഡ് ആഡ്സ്, പിന്നെ ചെറിയ ഒരു ലിറ്റിൽ ബിറ്റ് കുറച്ചൊക്കെ അതിൻ്റെ ഒരു SEO കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നപ്പം അന്നപ്പോഴാണ് ഞാൻ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നത്. അവരെ ഞാൻ സോഷ്യൽ മീഡിയ വിട്ടിട്ടില്ല. അങ്ങനെയാണ് 1% എത്തിയത്. ഓക്കെ, ഞാൻ കുറച്ച് ഡൈഗ്രസ് ചെയ്യാം. നാജിലേക്ക് ഞാൻ തിരിച്ചു വരും. ഇനി അടുത്ത ആളാരാ പിന്നെ ജോയിൻ ചെയ്തത്? നിഹാലാണ്. പിന്നെ എനിക്കൊന്ന് അല്ലേ, പിന്നെ നിഹാലല്ലേ? നിഹാൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിഹാലിന്റെ ജേർണി പറയും. ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻ ടു 1%? ആ ഒരു ജേർണി കേൾക്കട്ടെ. ഞാൻ എത്തിയത് എങ്ങനെ വെച്ചാല്, ഇപ്പം ഞാൻ കറലിൽ ഒരു പേഴ്സണൽ ബ്രാൻഡ് ചെയ്യുന്ന ഒരാളെ കൂടെ വർക്ക് ചെയ്യായിരുന്നു. അവിടുന്ന് ഇറങ്ങാനുള്ള ഒരു ഇതില് നിൽക്കായിരുന്നു. അങ്ങനെ ആ സമയത്താണ് റാഷിനെ കണക്ട് ചെയ്തൊരു ഫ്രീലാൻസ് ആയിട്ട് ഒരു പോഡ്കാസ്റ്റ് ഇങ്ങനെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മള് കേരള പ്രൊഡക്റ്റ് ആൻഡിന്റെ ആയിരുന്നു ആദ്യം. അപ്പം ഇങ്ങനെ പോഡ്കാസ്റ്റ് ഒന്നും ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. അതായത് പോഡ്കാസ്റ്റ് എഡിറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഞാൻ ഇതിൽ വന്നാലും ഫെലിക്സിന്റെ കേരള KPH പോഡ്കാസ്റ്റ്. ഫെലിക്സിന്റെ അതാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം റാഷി ഫ്രീലാൻസ് ആയിട്ട് എന്നെ കണക്ട് ചെയ്ത് അപ്പം എനിക്ക് എത്ര ടൈം കൊണ്ട് കൊടുക്കണം, കാരണം ഫസ്റ്റ് ടൈമാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം റാഷി കുറെ ഐഡിയകൾ പറഞ്ഞു തന്ന്. അതേപോലെ ഷാദിനെ കണക്ട് ചെയ്തെന്ന്, ഹോംവർക്കർ. ഷാദിനെ കണക്ട് ചെയ്ത് അങ്ങനെ ഡിസ്കസ് ചെയ്ത് അങ്ങനെയാണ് ഫ്രീലാൻസ് എടുത്ത് തുടങ്ങിയത്. അങ്ങനെ ഞാനും റാഷിയും ഫസ്റ്റ് മീറ്റ് ചെയ്തത് നമ്മള് എനിക്കൊന്ന് ഗോകുലത്ത് പോയി ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് മീറ്റ് ചെയ്ത്. ഓ, ഈ ഇങ്ങനെ ഐസ്ക്രീമിലാണ് പിടിക്കല് ടീം മെമ്പേഴ്സിനെ. ഓക്കെ, പക്ഷെ എനിക്ക് അന്നത്ര അറിയില്ല, മീൻസ് വളരുന്നില്ല. പിന്നെ എന്താണ് ഇതിനുള്ളിലുള്ളതെന്ന് എനിക്കറിയില്ല. കാരണം ജസ്റ്റ് ഇങ്ങനെ പോഡ്കാസ്റ്റ് ചെയ്യേണ്ടത് അങ്ങനെ അറിയില്ല. അങ്ങനെ അതിനുശേഷം റാഷി ചോദിച്ചു എന്നോട്, അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാല് ഫുൾ ടൈം ആയിട്ട് ജോയിൻ ചെയ്യാന് എന്താ അവസ്ഥ ചോദിച്ചു. അപ്പോഴത്തേക്ക് പോഡ്കാസ്റ്റ് ഏതെങ്കിലും എഡിറ്റ് ചെയ്തിരുന്നു? അപ്പൊ ഒരു പോഡ്കാസ്റ്റ് നമ്മളെ മോസില്ല അല്ലേ, അത് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതിന്റെ മുമ്പ് 2 പോഡ്കാസ്റ്റ് നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. അതാരായിരുന്നു എഡിറ്റ് ചെയ്തത്? ഷാദാണ് എഡിറ്റ്. ഷാദ് ഫ്രീലാൻസ് ആയിട്ട്. അപ്പൊ ഷാദ് വേറെ കമ്പനി പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഇപ്പൊ സാസ് വീഡിയോസ് ആണെങ്കിലും എടുത്ത് ഇവരറിയില്ല ഇതൊന്നും കാർട്ടൂൺ വെച്ചില്ല. അങ്ങനെ ഒന്ന് ടെക്നിക്കൽ നോളജ് ഉണ്ടാക്കി ഇരുന്ന് എന്താണ് സാധനം. സാസ് വീഡിയോസ് ഡയറി വരുന്നവരെ എനിക്കൊരു തലവേദനയായിരുന്നു. എനിക്കറിയില്ല ഇത് ഒന്ന് എഡിറ്റിംഗ് പാർട്ട്, രണ്ടാമത് ഈ ടെക്നോളജി, അതായത് ഈ ഒരു പ്രൊഡക്റ്റ് മനസ്സിലാക്കുക. എന്നിട്ട് അതിന്റെ അതേ നമ്മൾ തിരിച്ചു വരാം. പക്ഷെ എനിക്ക് തോന്നുന്നത് നിഹാലിന്റെ സ്റ്റോറി തീർക്കട്ടെ. അങ്ങനെ അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് നമ്മളൊന്ന് മീറ്റ് ചെയ്യണമെന്ന് റാഷി പറഞ്ഞു. ഒരെണ്ണം ലോഞ്ച് ചെയ്ത് അതുവരെ എന്നെ കണ്ടിട്ടില്ല. അങ്ങനെ റാഷി ഫ്ലാറ്റ് ഒക്കെ പറഞ്ഞ് നമ്മള് അങ്ങോട്ട് വന്ന് അങ്ങനെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് ഷാനിയും അതേപോലെ നാജിനെ ഒന്ന് കണക്ട് ചെയ്ത് റാഷി. അപ്പം അന്ന് ഷാൻ പറഞ്ഞൊരു ഇത് എനിക്ക് ഓർമ്മ ഉള്ളതെന്ന് വെച്ചാല്, ഇപ്പം എന്നോട് ചോദിച്ചു ഷാൻ പുറത്ത് പോകാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. കാരണം നിന്റെ ഫാദർ കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു പുറത്ത് പ്ലാൻ ഉണ്ടാവും. അപ്പം എന്നോട് പറഞ്ഞ ഷാൻ എന്താ വെച്ചാല്, പുറത്ത് ഉണ്ടാക്കണ ആ ഒരു എന്താ പറയാ നമ്മള് വാങ്ങണ സാലറിയോ അതൊക്കെ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഉണ്ടാക്കാന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്ക് പറഞ്ഞു. അപ്പൊ നിങ്ങക്ക് സാധനം കത്തില്ല. പിന്നെ ഞാന് അധികം എന്താ വെച്ചാല് നമ്മളെ ടീം എന്ന് പറഞ്ഞാൽ എല്ലാരും ഒപ്പരം പുറത്തു പോവാ. അപ്പം ഞാനിങ്ങനെ കാണുന്നത് ഡിസ്കഷൻ മൊത്തം ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ്. എഡിറ്ററിലപ്പുറം ഞാനത് കേൾക്കാന്ന് വെച്ചാൽ എനിക്ക് ബിസിനസ് മൈൻഡ് അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കിട്ടിയതാണ്. ഞാൻ ഡീപ്പായിട്ട് ഈ കമ്പനിയെ പറ്റും എന്താണ് ഇത് ചെയ്യുന്നതും എന്താണ് നമ്മൾ കൊടുക്കുന്ന കാര്യം മനസ്സിലായത് നമ്മക്കെന്നെ അറിയില്ല. ആക്ച്വലി നമ്മളിപ്പോഴും ഫിഗർ ഔട്ട്, പക്ഷെ ഇപ്പൊ കുറെ നമുക്ക് അറിയാം എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന്. ഞാൻ എന്റെ ഫ്രണ്ട്സിനോട്, അതായത് ഹാരിസൺപൂരിൽ പഠിച്ച എന്റെ ഫ്രണ്ട്സിനോട് ഒരു ചോദിക്കുമ്പോ പറയും എന്താ സംഭവം ചോദിക്കുമ്പോ പറയും
ഞാൻ പറയാം എനിക്ക് കുറെ കണക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ വന്ന സ്റ്റാർട്ടിങ് തന്നെ എനിക്ക് തോന്നുന്നത് കൊച്ചിയിൽ നമ്മ ഫെലിക്സിന്റെ ഷൂട്ട് ഹോട്ട് പാക്കിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. ഇതിലെ ഫെലിക്സിന്റെ എനിക്ക് തോന്നുന്നു ഉണ്ടായിരുന്നു. ഫെലിക്സിന്റെ ഷൂട്ട് ഞാൻ കൂടെ പോയിട്ടുണ്ടായിരുന്നു, 1-2 ഷൂട്ട്. അപ്പം അതൊക്കെ കൂടെ ഇപ്പൊ എനിക്ക് കുറെ കണക്ഷൻസ് കിട്ടി. അർജുൻ പോളിനായിട്ട് ഒരു ട്രെയിൻ യാത്ര സോക്കോന്റെ അതായത് വൈസി കമ്പനിന്റെ ഫൗണ്ടറുമായിട്ട് എറണാകുളത്തിന് കോഴിക്കോട് വരെ ആള് ഭയങ്കര കമ്പനിയായി. അത് ഒരു വലിയൊരു ഇതായിരുന്നു. കാരണം നമ്മൾ അങ്ങോട്ട് കണക്ട് ചെയ്ത് പോലും ഇങ്ങോട്ടേക്ക് എന്ത് നമ്മൾ സംസാരിക്കാൻ ഒരു താല്പര്യമാണ്. അപ്പൊ ഇങ്ങനത്തെ ഫൗണ്ടേഴ്സിനെ പറ്റി എന്ത് മനസ്സിലായി? ഇപ്പൊ അർജുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ വൈസി ഫൗണ്ടർ ആണ്, നോട്ട് എ ഈസി ഗൈ. എന്താണ് തോന്നുന്നത്? പുറത്തിന് എന്താണ് തോന്നിയത്? അർജുനെ മീറ്റ് ചെയ്തപ്പോ എന്താ തോന്നിയത്? പുറത്തുനിന്ന് കണ്ട സത്യം പറഞ്ഞാല് എനിക്ക് നോർമൽ, ഇത്ര ഡീപ്പായിട്ട് അതിന്റെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് എന്താണ് സംഭവം, ഇത്ര അതായത് റവന്യൂ ഉള്ള ഒരു കമ്പനിയാണ് ഈ സോക്കോ എന്നുള്ള സംഭവം തന്നെ കേൾക്കുന്നത് എനിക്ക് തോന്നുന്നത്. ഞാൻ അറിയാം, കാരണം ബിസിനസ് വാട്സപ്പ് ത്രൂ ബിസിനസ് ചെയ്യുന്ന പരിപാടികളൊക്കെ. അപ്പം ഇത്ര ക്രോസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളാകെ ഷോക്കായി പോകും. കാരണം ഇതൊക്കെ ഉള്ളിൽ നടക്കുന്ന കാര്യം, അതൊന്നും ആരും പുറത്തറിയുന്നില്ല. അപ്പൊ ഞാൻ ഇതൊക്കെ കേൾക്കുന്നത് കേരള പ്രൊഡക്റ്റ് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഈ ഒരു കാര്യം ആ വീഡിയോ ഫുള്ള് കാണേണ്ടി വരുമല്ലോ. അതായത് അതൊരു മാസ്, അതായത് ഓരോ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും നിഹാലിന് കിട്ടുന്ന ഒരു കിൻഡല്, ഒരു എന്താ പറയാ, ഒരു കിൻഡല് നോളജ് ആണ്. 3 ടൈപ്പാണ്. ഒന്ന് ഫിറ്റ് ആക്കണ പാഷൻ, ഒന്ന് ഫിറ്റ് ആക്കണ പാഷൻ വേണം, ലേൺ ചെയ്യണ പാഷൻ വേണം, പിന്നെ പൈസ ഉണ്ടാക്കുന്ന പാഷൻ. ഇവന്റെ കേസില് പൈസയും ലേണിംഗും സെറ്റാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇവര് എഡിറ്റ് ചെയ്യുന്ന സാധനം തന്നെ അവർക്ക് നോളജ് ഡിസ്കസ് ചെയ്യലുണ്ട്. ഞങ്ങള് ഇ കൊമേഴ്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട്, സാസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓരോ ഇപ്പൊ ലാസ്റ്റ് നമ്മള് ക്രിപ്റ്റോന്റെ കാര്യങ്ങളാണ് എനിക്ക് അതും അറിയില്ല. ഞാൻ ഡീപ്പായിട്ട് ഇങ്ങനെ കേൾക്കണേ ഓരോ കാര്യങ്ങള്. സത്യം പറഞ്ഞാൽ ഇവർക്ക് കൂടുതൽ നോളജ് ഉണ്ടാവും കമ്പയർ ടു പിന്നെ ഞങ്ങളായിട്ട്. കാരണം ഞാന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കണ്ടന്റ് പിന്നെ അങ്ങനെ വാച്ച് ചെയ്യില്ല. പിന്നെ റീൽസ് മാത്രമേ ഞാൻ വാച്ച് ചെയ്യല്, കാരണം സമയമില്ലാത്ത ഇതാണ്. അപ്പൊ പിന്നെ ഓലൊരു അത്രയും കോൺവെർസേഷൻ ആകുമ്പോ തന്നെ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും എന്താണ് എന്നുള്ളത്. പിന്നെ അതിനുശേഷം ഞാൻ പക്ഷെ ഇവന് റിപ്പീറ്റ് അടിച്ചിട്ട് എത്ര പ്രാവശ്യം കേൾക്കണ്ടല്ലോ. അതായത് ബേസിക്കലി ഇനിയൊരു 10 പോഡ്കാസ്റ്റും കൂടിയും ഈ കോം ഷോയിലും പിന്നെ ഫെലിക്സിന്റെ KPH ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ ആക്ച്വലി MBA എടുത്തതിന് തുല്യായിരിക്കും. സത്യം ഞാൻ അറിയാത്ത ഓരോ കാര്യങ്ങളാണ്. MBA എടുക്കാൻ എത്ര കാശാണോ? എത്ര വേണം ഒരു MBA ഒക്കെ? എന്താണ് എനിക്കറിയില്ല. MBA-ക്കാരോട് ഇരിക്കണ്ടല്ലോ. ഗവൺമെന്റിലാണെങ്കിൽ ഞാൻ പഠിച്ചിട്ട് എനിക്ക് MBA 1.5 ലക്ഷം. 1.5 ലക്ഷം 2 കൊല്ലോ 2 വർഷം. പ്രൈവറ്റിലാണെങ്കിൽ 3 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം. അത് ഡിപ്പെൻസ്. അപ്പൊ ബേസിക് ഇപ്പൊ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നിഹാൽ ഇങ്ങോട്ട് തരണല്ലേ, നമുക്ക് അതിനൊരു സെറ്റപ്പ് ഉണ്ടാക്കാം. ഈ ജേണി ഭയങ്കര രസാ. അതായത് പിന്നെ നാജാണ് എഡിറ്റ് ചെയ്തത്. അതായത് എഡിറ്റ് ചെയ്യാന് പിന്നെ എന്നോട് സാധനം എഡിറ്റ് ചെയ്യണല്ലോ. ഷാദ് ബിസി ആയി. ഷാദിനും അതുപോലെ ഫ്രീലാൻസ് ഇഷ്ടം പോലെ ജോബ് ഉണ്ടായിട്ട് ഓനെ കിട്ടുന്നില്ല. അതല്ല, അതിന്റെ ഇടയ്ക്ക് ഒരു എക്സാം വന്നു. എക്സാം വന്നപ്പോ പെട്ടു. കോളേജിൽ പഠിക്കുന്ന സമയമാണ്. അപ്പൊ പിന്നെ മാർഗമില്ല. അങ്ങനെ V.IO എന്ന് പറഞ്ഞിട്ടുള്ള ടൂള് ഷാന പിന്നെ എഡിറ്റ് ചെയ്യാൻ ആരില്ല. എഡിറ്റ് ചെയ്യാൻ എന്താ കേട്ടാ സോഫ്റ്റ്വെയർ, ഞങ്ങക്ക് സോഫ്റ്റ്വെയർ അറിയില്ല, പ്രീമിയർ അറിയില്ല, സ്പെക്ക് ഇല്ല. സോഫ്റ്റ്വെയർ പിന്നെ പഠിച്ചെടുക്കാം, സ്പെക്ക് ഇല്ല. എല്ലാത്തിനും ഒരു ടൂൾ ഉണ്ടാവും. ഷാൻ അതിനൊരു ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഷാൻ സെർച്ച് ചെയ്യും, എന്നിട്ട് കണ്ടുപിടിക്കട്ടോ. അങ്ങനെ V.IO എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ എടുത്തത് ഒരു നാജി ഇരുന്നിട്ട് അതില് പിന്നെ എഡിറ്റ് ചെയ്യലോ. അങ്ങനെ ലാസ്റ്റ് നാജി എഡിറ്റ് ചെയ്യല്, നാജി ഇതായി ഫുള്ളായി. അപ്പോഴാണ് ഞാൻ എഡിറ്ററിനെ ആലോചിക്കുന്നത്. അതായത് ബേസിക്കലി നാജി അവിടുന്ന് എഡിറ്റിംഗും പഠിച്ചു. ഇപ്പൊ നമ്മള് പെടൂല, നാജിനെ കൊണ്ട് നമ്മള് ചെയ്യിപ്പിക്കും. അങ്ങനെ അതായത് പിന്നെ 1% പറ്റില്ല എന്നുള്ളൊരു ആൻസർ ഇല്ല. പറ്റും. എങ്ങനെ ചെയ്തെടുക്കാം?
അപ്പൊ നാജിദായി. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് നമുക്ക് റവന്യൂ ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മളടുത്ത് പേ ചെയ്യാൻ വി ആർ പേയിങ് ഔട്ട് ഓഫ് പോക്കറ്റ്. പിന്നെ നമുക്ക് റവന്യൂ വന്നു കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ പറഞ്ഞു ഓക്കെ ഇനി നമുക്കൊരു എഡിറ്റർ എടുക്കാം. അതായത് ശരിക്കും എങ്ങനെയാണോ ഒരു ഫ്രൂഗൽ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്നത്, അതായത് ഫ്രൂഗൽ എന്ന് പറയാ പിഷ്കൻ, അതാണ് കറക്റ്റ് വേർഡ്. പിശിക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ശ്രമിക്കുന്നത്. കാരണം നമ്മൾ അതേ വൈബില്ല ഇൻവെസ്റ്റർ അല്ല നമുക്ക് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കമ്പനിയുടെ കൾച്ചറും നമ്മളെ ടീം പൊട്ടാൻ വേറെ ഒന്നും വേണ്ട. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു റൂട്ടിലൂടെ തന്നെ പോണത്. പക്ഷെ അത് നമ്മൾ ആക്ച്വലി നമ്മളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പാത്ത് ഉണ്ടല്ലോ, ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട്. പക്ഷെ ഒരു പ്രാവശ്യം സഞ്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഈസിയാവും. നമുക്കറിയാം ഇതിലൊന്നും ഒരു കാര്യമില്ല എന്നല്ലേ. പക്ഷെ ഇനീഷ്യലി തന്നെ നമ്മൾ കാശ് നോക്കി കഴിഞ്ഞാൽ മീൻസ് അവിടെ തന്നെ നമ്മൾ പറഞ്ഞു ഓക്കെ ഇത്രയും ആൾക്കാരെ നമ്മൾ ഒഴിവാക്കി, എനിക്ക് ഇത്രയും പൈസ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അടിയിൽ കളയുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ ടെക് ഫൗണ്ടേഴ്സിനും നമ്മളെ ടീമിനെ അറിയാം. നമ്മളെ ടീമിനെ അവർക്കറിയാം, നമ്മൾ അവരറിയില്ലെങ്കിലും അവർ നമ്മളറിയുന്ന ഒരു സ്ഥിതിയിൽ നമ്മൾ എത്തി. ടെക് ഫൗണ്ടേഴ്സ് എന്ന് പറയുമ്പോ അതില് പിന്നെ എല്ലാ ടെക് ഫൗണ്ടേഴ്സ് അല്ല, ഒരു ടെക് പ്രോഡക്റ്റ് ഓൺ ചെയ്യുന്ന ഫൗണ്ടേഴ്സ് അങ്ങനെ പറയേണ്ടി വരും. ഞാനേ ഇനി നമുക്ക് ഡാരിനിലേക്ക് പോവാം. ഡാരിൻ നമുക്ക് ആക്ച്വലി ബോണസ് ആയിട്ട് കിട്ടിയ നിഹാന്റെ കേസിൽ ഞാൻ ഒരു കാര്യം കൂടി പറയണ്ട. അതായത് നിഹാർ എഡിറ്റ് ചെയ്തിട്ട് ഈ ഫയൽസ് എന്ന് പറയുന്നത് പിന്നെ 1 മണിക്കൂറിന്റെ ഫയലാണ് നിങ്ങൾ കാണുന്നത്. ആവറേജ് 1 മണിക്കൂറാണ്. അത് അങ്ങോട്ടാണ് ഉണ്ടാവുക. ഒരു പിന്നെ 1.5 മണിക്കൂറിന്റെ 2 മണിക്കൂർ 2.5 മണിക്കൂറിന്റെ വരെ ചെയ്തിട്ടുണ്ട്. ഈ സാധനം എഡിറ്റ് ചെയ്യുന്ന ഫയൽ എന്ന് പറഞ്ഞാല് അതിനും വലിയ ഫയലാണ്. ഇത് കംപ്രസ് ചെയ്തിട്ട് അങ്ങനെ ആക്കിയിട്ടൊക്കെ ചെയ്യാം. ഇവനെടുത്ത് ഏതെങ്കിലും i5 റൈസൻ 5 അത്യാവശ്യം സ്പെക്ക് ഉണ്ട്. പക്ഷെ പോഡ്കാസ്റ്റ് താങ്ങില്ല. സാധനം അങ്ങനെ സ്പെക്ക് ഇത് വേണം, മിഷ്യൻ വേണം, ഇത് റെക്കോർഡ് ചെയ്യാൻ സാധനമില്ല. അങ്ങനെ ഞങ്ങള് മാക്ക് എടുക്കുന്നത്, അതും EMI ഇട്ടിട്ട് മാക്ക് എടുത്തിട്ട് ഇപ്പൊ മാക്കിലാണ് എഡിറ്റ് ചെയ്യുന്നത്. അതിന് ഞാൻ കുറച്ച് കോൾ ചെയ്യേണ്ടി വന്ന്. ഒരുത്തന്റെ ക്രെഡിറ്റ് കാർഡ് ഞാന് അനിയനെ വിളിച്ചിട്ട് എന്റെ ക്രെഡിറ്റ് കാർഡ് എനിക്കൊന്ന് വേണം, തൽക്കാലം നമ്മള് വാങ്ങിയിട്ടുണ്ട്, ബാക്കി നമ്മൾ പിന്നെ ചെയ്യാം. എനിവേസ് അത് വേറൊരു സ്റ്റോറിയാണ്. ഓക്കെ. അപ്പൊ പിന്നെ ഡാരിൻ ആക്ച്വലി എന്റെ കസിൻ അല്ലടാ, കസിനാണ്. അപ്പൊ ഡാരിൻ ഇങ്ങനെ കോളേജൊക്കെ കഴിഞ്ഞ് അടുത്ത് എന്ന് നോക്കി നിൽക്കുമ്പോ ഞാൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, എന്തായാലും വെറുതെ ഇരിക്കണ്ട, വെറുതെ കൂടിക്കോ, റാഷിന്റെ കൂടെ കൂടിക്കോ പറഞ്ഞ് റാഷിനെ പരിചയപ്പെടുത്തി. ബാക്കി സ്റ്റോറി റാഷിക്കാണ് അറിയാം, റാഷിക്കും ഡാരിനും ആണ് അറിയാം. ഡാരിൻ ഫസ്റ്റ് വരുന്നത് ഭയങ്കര കോമഡിയാണ്. അതായത് ഡാരിൻ വരുന്നത് ഷാ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ബാത്റൂമിലായിരുന്നു, എന്റെ ഫോണൊക്കെ വിളിച്ചിട്ടുള്ളത്. നാജ കോളേജ് ചെയ്ത് രാജനോട് ഡാരിൻ വരുന്നുണ്ട്. ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോണ്ട് ഇവ മൊത്തം ഇരുന്ന് ക്ലീൻ ആക്കണം, ഫ്ലാറ്റ് മൊത്തം അടിച്ചു വിടുന്നത്. നമുക്ക് ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഒരു റൂമേ ഉള്ളൂ. ഒരു റൂം അതന്നെയാണ് ഞങ്ങളുടെ ഓഫീസും, അത് അവിടെ തന്നെയാണ് ഞങ്ങൾ ജീവിക്കുക. ഞങ്ങളെ ഗരാജ് എന്ന് പറയാണെങ്കിൽ ആപ്പിളൊക്കെ ഉണ്ടാക്കിയ ഗരാജിലാണല്ലോ. അതേപോലെ ഇവ കടന്ന് ഫുള്ള് വൃത്തിയാക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു ഷാ വിളിച്ചിട്ടേ ഡാഡി വരുന്നുണ്ട്, ഡാഡി വരുന്നുണ്ട്, വേറൊന്നും പറഞ്ഞില്ല. ഷാൻ എന്താ ഉദ്ദേശിച്ച് പറയണേ, അടുത്തുണ്ടാക്കി പറയാം. ഷാൻ എന്താ ഉദ്ദേശിച്ച് ഇതാണ് രണ്ടാൾക്കാർ തമ്മിലുള്ള വേവ് ലെങ്ത്. ഷാൻ ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായി. കാരണം പിന്നെ ഡാഡി വന്നാല് പണി കിട്ടും, വൃത്തിയില്ലെങ്കിൽ ചീത്ത അറിയും. അപ്പൊ ഷാന ആ ടോണിന് ഞാൻ പിടിച്ച് എന്താണ് ഷാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് ഡാരി വന്നിട്ട് ഡാരിന്റെ ഒക്കെ പരിചയപ്പെട്ടിട്ട് പിന്നെ ഡാരി പോയപ്പോഴും ഞാൻ ഷാൻ അല്ല നിങ്ങളെ പേരിനില്ലേ ഉപ്പേ ഓരോ ഡാഡി വരുന്നത്, ഡാഡി ഉണ്ടോ ഡാരിന്റെ ഡാരിനെ ഡാരിനെ കിച്ചുന്ന് വിളിക്കും, ഡാരിന്ന് വിളിക്കും. അപ്പൊ ഇത് രണ്ട് കൺഫ്യൂസ്ഡ് ആയതാണ് രാജിക്ക്. അങ്ങനെ ഒരു കോമഡി ഉണ്ടായിട്ടുണ്ട്. ഡാരിനെ അറിയിക്കണോന്ന് അറിയില്ല. അത് ഞാൻ പിന്നെ നമ്മൾ സംസാരിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയം. ഓക്കെ, അപ്പൊ ഡാരിൻ തന്നെ പറ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന്. സോ ഞാൻ മുമ്പ് UAE
ഞാൻ കുറച്ച് വർഷം സൗദിയിലായിരുന്നു, പിന്നെ UAE മാറി. UAE റാസൽ ഖൈമയിലായിരുന്നു പഠിച്ചത് സ്കൂള്. പിന്നെ സ്കൂള് കഴിഞ്ഞിട്ട് കോളേജ് ഞാൻ ദുബായിൽ, നമ്മളെല്ലാവരും ഫാമിലി ദുബായിലേക്ക് മാറി. കോളേജ് മണിപ്പാലിലായിരുന്നു പഠിച്ചത്. കോളേജ് മണിപ്പാൽ യൂണിവേഴ്സിറ്റി ദുബായ്. ദുബായ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാനഡയിൽ പോയിട്ട് ഒരു 1 year കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും, നമ്മളെ ഇതിൽ PG ഡിപ്ലോമ എന്ന് പറയും. സൈബർ സെക്യൂരിറ്റിയിൽ ചെയ്ത് 1 year അവിടെ സൈബർ സെക്യൂരിറ്റി ചെയ്ത്. പിന്നെ അവിടെ നിന്നപ്പോൾ അത്ര എനിക്കൊന്നും എത്ര എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, പിന്നെ അവിടെ ആ ഒരു ടൈം പോയപ്പോൾ ഒരു അത്യാവശ്യം ഭയങ്കര ഒരു മാർക്കറ്റ് ഭയങ്കര ഡൗൺ ചെയ്യുന്നു. അപ്പോൾ ജോലിയൊന്നും കിട്ടാൻ കുറച്ച് പാടായിരുന്നു, പാർട്ട് ടൈം ഒക്കെ എസ്പെഷ്യലി. കാരണം അത്രയും ആൾക്കാർ, ഇന്റർനാഷണൽ സ്റ്റുഡൻസ് കുറെ ആൾക്കാർ വരുന്നുണ്ട്, എസ്പെഷ്യലി ഇന്ത്യയിൽ നിന്ന് കുറെ ആൾക്കാർ. അപ്പോൾ പാർട്ട് ടൈം ഒന്നും കിട്ടിയില്ലായിരുന്നു. ഞാൻ വെച്ചാൽ ഓക്കെ 1 year കോഴ്സ് ചെയ്തിട്ട് ഒന്ന് തിരിച്ച് നാട്ടിലേക്ക് വരാമെന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് കുറച്ചുകൂടെ വർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ പിന്നെ അവിടെ പോയി നോക്കാവുന്ന രീതിയിൽ തിരിച്ചു വന്ന്. അപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു നിന്ന്. പിന്നെ നാട്ടിലെത്തിയപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ച് ഓൺലൈൻ കോഴ്സ് ചെയ്തിട്ട്. അപ്പോൾ പിന്നെ ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇപ്പം ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഫ്രണ്ട് എന്നല്ല, ഒരു കൊളീഗ് എന്ന് പറയാം. കണക്ഷൻ എനിക്ക് ഷാന്റെ കണക്ഷനിൽ അപ്പോൾ അവിടെ സൈബർ സെക്യൂരിറ്റി ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 മാസം ഇന്റേൺഷിപ്പ്. അപ്പൊ ഞാൻ അവിടെ ഒന്ന് കയറി കുറച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓൺലൈൻ കോഴ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വെറുതെ വീട്ടിലിരിക്കുന്നതിനെ കൊണ്ട് എനിക്ക് തോന്നുന്നത് ഷാന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ചെറിയൊരു ഇതുണ്ട്, നീ ഒന്ന് കയറി നോക്ക്, ഒരു കുറച്ച് എക്സ്പ്ലോർ ചെയ്യാലോ, കുറച്ച് കണക്ഷൻസ് ഉണ്ടാക്കാം. അപ്പോ കയറി ഞാൻ എനിക്കത് ആ സമയത്ത് ഫ്ലാറ്റ് പോയി നിങ്ങളെല്ലാരും വിചാരിച്ച് ഡാഡിയാന്ന് വിചാരിച്ചിട്ട് ഉള്ളിൽ സെറ്റ് ആക്കിട്ട് ഫസ്റ്റ് ഞാൻ തന്നെ കാര്യപ്പോ ഞെട്ടിപ്പോയി, ഇത്ര വൃത്തിയില്ല ഫ്ലാറ്റോ. എന്നിട്ട് ഫസ്റ്റ് ഡാഡിന്റെ ഫസ്റ്റ് എൻകൗണ്ടർ വിത്ത് അവർ നമ്മളെ ആ ഒരു ടീമും ആ ഒരു എന്താണ് നമ്മൾ ചെയ്യുന്നത്, എനിക്കൊന്ന് ആദ്യം തന്നെ അവൻ കൊച്ചിയിലേക്ക് വന്നു. നമ്മളെ ഫുൾ ടീം ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്തേക്ക് പോണത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ്, അതല്ലേ ഹോട്ട് പാക്ക് വസീമും ആയിട്ടില്ല. കാരണം അത് ആക്ച്വലി മീൻസ് ആ ഒരു പോഡ്കാസ്റ്റ് ആണ് നമ്മളെ പോഡ്കാസ്റ്റിന്റെ ഗ്രാഫ് തന്നെ കയറ്റിയത്. അത് ഭയങ്കര ഇൻസ്പിറേഷണൽ പോഡ്കാസ്റ്റ് ആണ്. അതായത് എന്താണോ ജേണി, അപ്സ് ഉണ്ട്, ഡൗൺസ് ഉണ്ട്, വീണ്ടും ഡൗൺസ് ഉണ്ട്, അപ്സ് ഉണ്ട്, വീണ്ടും ഡൗൺ ഉണ്ട്, അപ്പ് ഉണ്ട്. ഭയങ്കരമായ അത് ഡയറക്ട്ലി ലൈവായിട്ട് വസീമിന്റെ അടുത്തിന് കേക്കാണ് ഫുൾ ടീം. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങള് പിന്നെ എനിക്ക് പേഴ്സണലി ഇവരടുത്തുനിന്നൊക്കെ പിന്നെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് മൂപ്പര സ്റ്റോറി കേട്ടതും പിന്നെ ഹോട്ട് പാക്കിന്റെ പിന്നെ മൊത്തം ഇവിടുന്നാണല്ലോ കൺട്രോൾ ചെയ്യുന്നത്. ഹോട്ട് പാക്കിന്റെ മൊത്തം ഇ കൊമേഴ്സ് കംപ്ലീറ്റ് ടീമും കൊച്ചിയിലാണ്. അത് 7 വെബ്സൈറ്റിന്റെ മൊത്തം ടീമും അവർ ഇന്റർനാഷണൽ പിന്നെ ബിസിനസിന്റെ പിന്നെ ടീം ബാക്ക് ഓഫീസ് ആണ് നമ്മൾ വിസിറ്റ് ചെയ്തത്. അത് ഭയങ്കര എക്സ്പീരിയൻസ്. പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു ഒറ്റ യാത്ര ആക്ച്വലി നമ്മുടെ ടീമിനെ ശരിക്കും ഒന്ന് ടൈറ്റ് ആക്കി. അതുവരെ പിന്നെ റാഷി ഓൾറെഡി നല്ല സ്ട്രോങ് ആണ്. നാജി നാജി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷെ ഓക്കെ അവിടെയുണ്ട് ഇവിടെയുണ്ട് ഇത് ഓക്കെ അല്ല. നിഹാൽ ഇതുവരെ ലൈവ് എക്സ്പീരിയൻസ് ഇല്ല, അതായത് ലൈവ് ആയിട്ടൊരു പോഡ്കാസ്റ്റ് കണ്ടിട്ടില്ല, ഗസ്റ്റിനെ കണ്ടിട്ടില്ല. ആ ത്രില്ല് ഞാൻ ആക്ച്വലി അടുത്ത് കണ്ടിരുന്നു. ഞാൻ ആ പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കൈയടിക്കാനൊക്കെ ഉണ്ടായിരുന്നു, സിനിമ കണ്ട ഫീൽ ആയിരുന്നു അല്ലേ? കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അത് എഡിറ്റില് നമ്മള് നോയ്സ് ഒഴിവാക്കാന്. പക്ഷെ ആ ഒരു പോഡ്കാസ്റ്റ് ആക്ച്വലി 1% എന്നുള്ളൊരു ടീമിനെ ഉണ്ടാക്കാൻ ആ ഒരു ശരിക്കും ആ ഒരു ബോണ്ടിങ് കൊണ്ടുവരാൻ ശരിക്കും സഹായിച്ചതാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ഒറ്റ ട്രിപ്പ്, അതും ബൈ റോഡ്. അത് പിന്നെ ലാസ്റ്റ് മിനിറ്റ് ആണ് നമ്മൾ ബൈ റോഡ് ആക്കിയത്. അതിന് വേറെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ വണ്ടി എടുത്തിട്ട് രാത്രി, അന്ന് എക്യുപ്മെന്റ്സ് ഇല്ല, നമുക്ക് എക്യുപ്മെന്റ്സ് ഇല്ല, ലൈറ്റ് ഒന്നുമില്ല. പിന്നെ ഷാദിന്റെ അടുത്താണ്. ഞാൻ രാത്രി ഷാദിന്റെ അടുത്ത് പോയിട്ട് പിന്നെ എക്യുപ്മെന്റ്സ് എടുത്ത് വന്ന്
അതിനിടക്ക് വണ്ടി ഒന്ന് ചെറുതായിട്ട് ഇതായി, പിന്നെ ഇടിച്ചിറങ്ങി. അതിന്റെ വേറെ എന്നിട്ട് രാവിലെ പോയി. ഇപ്പൊ ഉറക്കൊന്നും ശരിയായിട്ടില്ല രാത്രിക്കത്തെ. എങ്ങനെയൊക്കെയാണ് അവിടെ ഡ്രൈവ് ചെയ്ത് വർത്താനം പറഞ്ഞിട്ട് പോയി. അത് പറയണ്ട് ഷാം പറയണ്ട്, നീയാണ് ഓടിക്കാന്ന് പറയണ്ട്. അതായത് റോഡ് ട്രിപ്പിന്റെ പ്ലാന് ഞാനാണ്. രാത്രി വരുമ്പോ ഞാൻ സൈഡായിട്ടുണ്ട്. അങ്ങനെ ഇവര് രണ്ടുപേരാണ് ഫ്രണ്ട് സീറ്റിൽ തിരിച്ചു വരുന്നത്. അത് വേറെ തന്നെ. എന്നിട്ട് ഇവര് ഏതൊക്കെ പോകുന്നുണ്ട്. ഞാൻ സംഭവം ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ കണ്ണടിച്ചിരിക്കുക. വണ്ടിയാണ് അതിലൊരു കേസ്. ഞാനിങ്ങനെ കണ്ണടിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പന്മാര് എന്താ ഇത് ഇടപെട്ട പ്രശ്നമാവും. പിന്നെ വീട്ടിലെത്തൂല്ല. ഓൾറെഡി നമ്മള് 2 മണിയോ 3 മണിയൊക്കെ ആയിട്ടുണ്ട് തിരിച്ചെത്താന്. അത് വേറെ സാധനമാണ്. ഡാരിനും പുതിയതാണ്. ഡാരിന് മറ്റേ മാനുവൽ ഓടിച്ച് പരിചയമില്ല. അതൊന്ന് അതായത് ഡാരിന് മാനുവൽ ഓടിച്ച് പരിചയമില്ല. ഇവര് തമ്മിൽ കണക്ഷൻ ഇല്ല. കറക്റ്റ്. ഞാൻ അത് രാത്രി വണ്ടി എടുക്കുമ്പോഴുള്ള സീൻ എന്താ വെച്ചാല് ഒപ്പിടുത്തിരുന്ന് സംസാരിക്കാണ്ടെങ്കിലുള്ളൂ പിന്നെ ഒരു വൈബ് ഉണ്ടാകും. കറക്റ്റ്. ഇതിന്റെ പ്രശ്നം ഇതാണ്, ഇവന്മാര് കണക്റ്റഡ് അല്ല. എങ്ങനെ അപ്പൊ ഇവര് പിന്നെ കോമഡി ഇൻട്രസ്റ്റ് അല്ല, കാറ് ഗാഡ്ജറ്റ് അതൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ബാക്കിൽ ഞാൻ കടന്നുറങ്ങി. കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇവര് ഭയങ്കര ഡിസ്കഷൻ. അപ്പൊ നോക്കുമ്പോണ്ട് ഇവര് ഏരിയയിലേക്ക് പോകുന്നുണ്ട്. റോഡ് പണി നടക്കുന്നുണ്ട്. മറ്റേ നമ്മള് ശരിക്കും പോണ്ട വഴിയില് ഫുള്ള് ബ്ലോക്കാ. ഇവന്മാര് മറ്റേ സൈഡിലൂടെ കയറ്റി. എന്നിട്ട് ഞാൻ പറയില്ല, പലരും കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവന്മാര് പറയുന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. എടാ നമുക്ക് ഇവിടെ കേറാം. അല്ല കുറച്ചുകൂടി മുന്നോട്ട് പോയി വെക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നിഹാൽ അല്ല ഇവിടെ കേറിയാലോ. അപ്പൊ നീ അല്ല കുറച്ചുകൂടി മുന്നോട്ട് പോട്ടെ. ഞാനിത് ഇതെന്തോ പണി വിട്ട് എന്തായാലും കണ്ണ് തുറന്നാ പ്രശ്നമാണ്. ഇവന്മാർ എന്നോട് ചോദിക്കും. അല്ല ഞാന് ഒന്നും അങ്ങനെ ചോദിച്ചപ്പോ ഡയറക്റ്റ് തന്നെയാണ് വണ്ടി എടുക്കുന്നത്. പിന്നെ അങ്ങനെ ചോദിക്കുമ്പോ ഇവരാ വണ്ടി എടുക്കുന്നത്. രാജിനോട് ഞാൻ ഉറക്കണ്ട് പറഞ്ഞ പ്രശ്നം ഞാൻ പോണുണ്ട്. ഉറക്കണ്ട് പറഞ്ഞ പ്രശ്നം പേടി. അത് ഞാന് അന്ന് പറഞ്ഞ പോലെ അതിന്റെ തലേന്ന് ഞാൻ വേറൊരു ഉറക്കൊഴിച്ചൊരു യാത്ര പോയി. അപ്പോ അപ്പോ അങ്ങനെ പോയി വന്നതിന് എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്. ഞാൻ പകലൊക്കെ ഇരുന്ന് ഉറങ്ങുകയാണ്. ഇങ്ങനെ എറണാകുളത്ത് പോയപ്പോഴും ഒക്കെ തന്നെ ഇരുന്ന് ഉറങ്ങും കാര്യങ്ങൾ. അപ്പൊ പറഞ്ഞ പോലെ തന്നെ റാഷിനോട് പറയുന്നുണ്ട്, ഇവന്മാരൊക്കെ പുതിയതാണ്, ഇവരോട് ഇനിയൊന്നും മിങ്കിള്. എനിക്കാണ് ഉറക്കം വരുന്നുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ആ ഒരു പോഡ്കാസ്റ്റ്, ആ ഒരു യാത്ര ശരിക്ക് ടീം ആ ഒരു ഇതുണ്ടല്ലോ, നമ്മളെ ആ ഒരു ടീമിന്റെ ഒരു കൾച്ചറല്ല, ആ ഒരു ബോണ്ട് അതന്നെ. ആ ബോണ്ട് ശരിക്കും ആ യാത്ര നമ്മൾ അങ്ങനെ വിചാരിച്ചു പോയ യാത്ര എന്നല്ല. വാടാ പോവാ, എന്തായാലും വണ്ടി എടുക്കുക, കാർ എടുക്കുക, എന്നാ പിന്നെ എല്ലാരും കേറ്റിട്ടോ. അന്ന് ഡാരനിക്ക് ഒന്ന് ഇത് വേണോ വേണ്ടേ ഒരു ഡബിൾ മൈൻഡ് ആയിരുന്നേ. ഞാൻ പോണ്ടേ പക്ഷെ നീ വരണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം ആ ഒരു എന്താണ് നമ്മളെ ഒരു എന്താ പറയാ കൾച്ചർ ഒന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പൊ അത് പറഞ്ഞപ്പോ ഡാരനെ പറ്റിയായിരുന്നു സംസാരിച്ചത്. അപ്പൊ ഡാരന്റെ ജേണി പറയും. ഡാരന്റെ കേസ് പറയുകയാണെങ്കിൽ ഡാരന്റെ ജേണി ഡാരനാണ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ എവിടെയെങ്കിലും സ്റ്റക്ക് ആണെങ്കിൽ ഞാൻ ഡാരനെ വിളിച്ചിട്ടായിട്ട് എനിക്ക് നോ ബ്രെയിനറാണ് ഡാരൻ. എല്ലാരും അസിലറാണ്, പക്ഷെ സംഭവം മൂപ്പര് അത് ഹാക്ക് ചെയ്തെടുക്കണതാണ്. അത് ഭയങ്കര ഞാൻ ആ ഒരു സ്കിൽ അഡ്മയർ ചെയ്യുന്നത്. നീ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഡാരൻ ഈസ് എ ഹാക്കർ, കണ്ടുപിടിക്കും. ഞാന് ഇപ്പൊ വെബ്സൈറ്റ് എല്ലാരും നമ്മള് വേർഡ് പ്രസിലും ഇതിലൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. മൂപ്പര് ഏതാണ് ഗോഡാഡിയിലാണ് നമ്മള് ഇത് 1% ഇറക്കുന്നത്. അടിപൊളി വെബ്സൈറ്റ്, നീറ്റ് ആൻഡ് ക്ലീൻ സാധനം. ഒരു മിനിമം ലവബിൾ പ്രൊഡക്റ്റ് ഉണ്ട് എക്സ്പെക്ട് ചെയ്യാം. മിനിമം ലവബിൾ അല്ല, അതിന്റെ മുകളിൽ സാധനം ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മിനിമം ലവബിൾ പ്രൊഡക്റ്റ് തരുന്നുള്ള. കറക്റ്റ്. പിന്നെ ഇപ്പോ നമ്മളെ പിൻ പോയിന്റഡ് വെബ്സൈറ്റ് അത് വരുന്നത് ഫ്രെയിമറിലാണ്. അപ്പൊ നമ്മള് ന്യൂ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തിട്ട് ഭയങ്കര ഫാസ്റ്റിൽ എനിക്ക് പോകാൻ പറ്റുന്നുണ്ട്. എനിക്ക് വന്നതേ ഡാരൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ലേൺ ചെയ്യും.
നമ്മളിപ്പം സാസ് വീഡിയോസ് ആണല്ലോ ഉണ്ടാക്കുന്നത്. അതായത് നമുക്ക് അറിയാത്തൊരു ടൂളാണ്, അത് പഠിച്ചിട്ട് വേണം ആ വീഡിയോ ഉണ്ടാക്കാൻ. യുവർ ഡാഡിന്റെ ആ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ, ആ ടൂള് കാണുമ്പോൾ തന്നെ സെറ്റ്, എനിക്കത് മനസ്സിലായി, ലെറ്റ് മീ മേക്ക് എ വീഡിയോ. അത് ഭയങ്കര മീൻസ് അത് അവന്റെ വലിയൊരു അഡ്വാൻറ്റേജസ് ക്വസ്റ്റ്യനാണ്. നമ്മൾ കുറെ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയുള്ളൂ. ഹി ലേൺസ് ഭയങ്കര സ്പീഡിൽ ലേൺ ചെയ്യും. നമ്മളെ 1% വെബ്സൈറ്റ് പിന്നെ ഡിസൈഡ് ചെയ്യുന്നത് ഗോഡാഡിയിലാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഗോഡാഡിയാണ് വെബ്സൈറ്റ് ബിൽഡർ എന്നുള്ളത്. ആ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മള് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മള് ഡിസ്കസ് ചെയ്തത്. നീ ഇപ്പൊ പറയുമ്പോഴാണ് ആക്ച്വലി ഗോഡാഡി ആണെന്നും അതിന്റെ അകത്താണ് ബിൽഡ് ചെയ്തതെന്നും എനിക്കൊന്നും അറിയില്ല. മീൻസ് അതാണ് ഈ ടീമിലെ ബ്യൂട്ടി ആകണ്ടേ. ഇന്നലെ എനിക്കൊന്ന് ബ്ലോഗ് അയച്ചത്, ഇതിപ്പോ ആരാ പറഞ്ഞ്, ആരാ ഉണ്ടാക്കാൻ പറഞ്ഞു, എനിക്ക് ഒരു സത്യം പറയാം, ഇതിൽ പിന്നെ ഞാൻ തുടങ്ങി വെച്ചൊരു സാധനമാണെങ്കിലും ആക്ച്വലി ഇപ്പൊ ഇതിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അറിയില്ല. ഞാനായിട്ട് ഇനീഷ്യേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല, നിങ്ങളായിട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്നു. മീൻസ് എങ്ങനെയാണ് ആ കൾച്ചർ ബിൽഡ് ആണ് ആക്ച്വലി. എനിക്കിപ്പം ഇത് കറക്റ്റ് മേ ബി നാളെ ഒരു കൾച്ചർ ബുക്ക് ഉണ്ടാക്കുമ്പം അത് ഒരു മേജർ പോയിന്റാ. കാരണം നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നു, നിങ്ങൾ തന്നെ ചെയ്യുന്നു, നിങ്ങൾ തന്നെ അത് പിന്നെ പേയ്മെന്റ് വേണോ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും, എല്ലാം നിങ്ങൾ കണ്ടുപിടിച്ച് അവസാനത്തിൽ പെട്ട് കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ അടുത്തേക്ക് സാധനം വരുന്നുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നത് ആ കൈൻഡ് ഓഫ് ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഭയങ്കര ഒരു ഹ്യൂജ് അല്ലെങ്കിൽ ഒരു മാസീവ് ടീം ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് എങ്ങനെ വന്നു എന്ന് പറഞ്ഞ് ഐ സ്റ്റിൽ ഡോണ്ട് നോ. മേ ബി നിങ്ങൾക്ക് പറയാൻ പറ്റും എങ്ങനെയാണ് ആ ഒരു ഇത് വേണല്ലോ, കട്ട് വേണല്ലോ. ഇപ്പം ഞാന് പേഴ്സണലി ഞാൻ പറയട്ടെ, ഞാൻ മുമ്പ് വർക്ക് ചെയ്ത കമ്പനീസിന്റെ അപേക്ഷിച്ചിട്ട് ഷാൻ എനിക്കൊരു ഫ്രീഡം തന്നിട്ടുണ്ട്. ആ ഫ്രീഡം തന്നെ ഞാൻ നാജിക്ക് കൊടുത്തിട്ടുണ്ട്, നിഹാലിന് കൊടുത്തിട്ടുണ്ട്. അത് എസ്പെഷ്യലി ഞാൻ പറയുക ഡാറിൻ കുറച്ചും കൂടി ടെക്നിക്കൽ ഏരിയാസിൽ പിന്നെ നോളജ് ഉള്ള ആളുകൊണ്ട് തന്നെ ഈ സാധനങ്ങൾ ക്രാക്ക് ചെയ്യാൻ ഇതാക്കുന്നത്. ഇപ്പൊ നിഹാലിന്റെ കേസിൽ പറയുകയാണെങ്കിൽ നിഹാല് എഡിറ്റ്സിൽ പുതിയ സാധനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പറഞ്ഞിട്ടല്ല നിഹാല് ചെയ്യില്ലേ, പോപ്പപ്പ് ഒക്കെ വരുന്നത് ഓൻ്റെതായിട്ടുള്ള ഇതാണ്. അതെ, പറഞ്ഞത് വെച്ചാല് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാല് റാഷിക്ക് അറിയാതെ ഇതിന് മുന്നത്തെ ഒരു അവസ്ഥ. ഇപ്പൊ ഞാൻ ആദ്യം മറ്റേ യൂസ് ചെയ്യുന്ന സമയത്ത് നൈറ്റ് ഒക്കെ അവിടെ വന്നിട്ട്, കാരണം എനിക്ക് ഒന്നും ചോദിച്ചു ഇങ്ങനത്തെ ഈ സമയത്ത് പോണേ, ഇപ്പൊ ഞാൻ 10 മണിക്ക് ഇങ്ങോട്ട് വരല്, അന്ന് വർക്ക് ചെയ്യും, എക്സ്പോർട്ട് ആവില്ല, അങ്ങനെ ടൈം എടുത്ത് രാജിക്ക് എന്താ എക്സ്പോർട്ട് ആവില്ല, ചിലപ്പോ ഒരു ദിവസമൊക്കെ ആയിരിക്കും എക്സ്പോർട്ട് ആവാത്ത ഭയങ്കര. കാരണം ചിലപ്പോ 2 മണിക്കൂറിന് പോഡ്കാസ്റ്റ് ചെയ്യും. അന്നൊക്കെ KPH തോന്നുന്നത് 2 hour ഒക്കെ ഉണ്ട്, 2 hour പോഡ്കാസ്റ്റ് ഉണ്ട്. 10-12 മണിക്കൂർ എക്സ്പോർട്ട് ചെയ്യണത് ഞാൻ തലേന്ന് രാത്രി വിളിക്കാം. എന്നിട്ട് ഫ്രണ്ടിന്റെ ലാപ്പ് കൊണ്ടുവന്നിട്ട് എനിക്കൊന്നും ഞാൻ സിറ്റ് ഔട്ട് ചെയ്തിട്ട് 2 ലാപ്പ് വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. മുബീനെ നമ്മള് മെൻഷൻ ചെയ്യണം, മുബീനെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അതിന്റെ കൂടെ മുബീന ഓളെ ലാപ്പ്, ഞാൻ അവൾക്ക് രാത്രി വർക്ക് ഉണ്ടാവില്ല, ഞാൻ അവളെ ലാപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ അവിടെ ഇരിക്കും. എന്നിട്ട് 2 ലാപ്പ് വെച്ചിട്ട് മീൻസ് ഇതൊക്കെ ഭയങ്കര സംഭവം, ഇതൊന്നും ഞാൻ അറിയില്ല. ഞാൻ ആലോചിക്കുമ്പോ ഭയങ്കര അന്നത് രാത്രി വന്ന് ഇരിക്കലും ചിലപ്പോ രാവിലെ വന്ന് ചെയ്യലും ഭയങ്കര അതിന് മാത്രല്ല സാധനങ്ങളൊന്നും ഞാൻ ചെയ്തതിന് ഞാൻ വിശ്വസിക്കില്ല. കാരണം ആ ഒരു മീൻസ് ഒരാള് ഈ മോട്ടറൊക്കെ അറിയും, ഇതൊരുമാതിരി മറ്റേ ലംബോർഗിനി ആവട്ടെ ആള് വന്നിട്ട് ഓൻ അടുത്ത ലെവലിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ഇതൊക്കെ ഞാൻ കുറെ കണ്ടതാ രൂപത്തിലാ. ഓരോരുത്തർ ഇപ്പൊ നാജി ആണെങ്കിലും ഞാനാണെങ്കിലും ഡയറിനാണെങ്കിലും നീ ആണെങ്കിലും ഒക്കെ ഇതൊന്നും ഒരു പ്രശ്നമില്ല, ഇതൊക്കെ ഞാൻ എന്തായാലും ചെയ്തെടുക്കും. പിന്നെ ചില ടീം മെമ്പേഴ്സ് ഉണ്ട് നടക്കണില്ല, എന്ത് പറഞ്ഞാലും അത് എനിക്ക് അറിയില്ല, അത് നടക്കണില്ല, അത് അങ്ങനെയാണ്, അത് ഇങ്ങനെയാണ്. നമ്മളതിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല അപ്പൊ, ഇല്ലേ? എവറിത്തിങ് ഈസ് പോസിബിൾ. അതായത് ഞാൻ ഇതിന് മുമ്പ് പഠിച്ചൊരു സംഗതി ഉണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഫീൽഡില് പ്രോ ആവണം. ഇപ്പൊ ഡോക്ടർമാർ ഒരുപാടുണ്ട്, അപ്പൊ നിങ്ങൾ പല്ലിന്റെ ഡോക്ടർ ആവണം. പക്ഷെ ഓരോ ഇൻഡസ്ട്രിക്ക് അനുസരിച്ച് വ്യത്യാസമുണ്ട്. നമ്മുടെ ബിസിനസ് ഇൻഡസ്ട്രിയില് നമ്മൾ എല്ലാത്തിനെ കുറിച്ച് ഒരു ബേസിക് നോളജ്, അത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് അതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലായി. ഞാൻ ഇതിന്റെ മുമ്പ് എല്ലാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തപ്പോൾ ഞാൻ എല്ലാം കൂടി ചെയ്യുന്നുണ്ടല്ലോ, ഇതാണോ ശരി, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആണ് പേടാട് മാത്രമാണ്, ലെസ്യൂ മാത്രം അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ എത്തിയപ്പോഴാണ് തമിഴ്നാട് ഡിസൈന്, അത് പ്രത്യേകം പറയേണ്ടതാണ്. ആരും പിന്നെ എന്താ പറയാ, നമുക്ക് വേറെ ആളില്ല. ഫസ്റ്റിലത്തെ ഈ കോംഷോന്റെ 2 വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് 20 മിനിറ്റുള്ള പറഞ്ഞ വീഡിയോ.io ടൂൾ വെച്ചിട്ട്, ആ വീഡിയോ.ioന്റെ ടൂള് അത് അന്നത്തേക്കാണ് ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. കാരണം നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുമ്പോൾ അന്ന് ഭയങ്കര ചെറിയൊരു സാധനമാണ്, ഇപ്പൊ അത് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ തംബ്നെയിൽസ് ഉണ്ടാക്കി. അപ്പോ
ഈ കൂട്ടത്തില് പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഇപ്പൊ തമ്മില് അപ്പൊ ഇവിടെ നമ്മൾ പറയും പോലെ എന്താണ് എനിക്ക് ഇന്നതേ കഴിയൂ എന്നുള്ളത് ആ ഒരു കൺസെപ്റ്റ് ഇവിടെ അല്ല. ഇല്ലെങ്കിൽ എല്ലാം കഴിയും. അങ്ങനെ concept ഉള്ള ആളായിരുന്നു അത് പൊളിഞ്ഞ്. അതായത് എന്താ അറിയോ, അങ്ങനെ നമ്മൾ ഒരു സാധനം മാത്രം ചെയ്യുമ്പോൾ അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഉണ്ട്. പിന്നെ നമുക്ക് പേയ്മെന്റ് വാങ്ങിക്കാണ്ട്, അപ്പൊ റാഷിന്റെ ഞാൻ പറഞ്ഞു ഇൻവോയ്സ് ആക്കി പേയ്മെന്റ് വാങ്ങിക്കുക. റാഷൻ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വിളിച്ച് എന്തായി ഇല്ല ചെയ്തിട്ടില്ല. ഓക്കെ. 3-ാമത്തെ ദിവസം വീണ്ടും വിളിച്ച് ഇല്ല ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. 4-ാമത്തെ ദിവസം വീണ്ടും വിളിച്ച് അയച്ചോ ഇല്ല അയച്ചിട്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് സംഭവം അതൊന്നുമല്ല, റാഷിക്ക് പേയ്മെന്റ് വാങ്ങിച്ച് പരിചയമല്ല. അതൊരു മടി എന്ന് പറയാൻ പറ്റൂല, പക്ഷെ ഒരു പേയ്മെന്റ് വാങ്ങിക്കാൻ ഇൻവോയ്സ് അയക്കാനുള്ള ഇൻവോയ്സ് അയച്ചിട്ടുണ്ടോ ഒന്ന് പേയ്മെന്റ് വാങ്ങിക്കില്ല പ്രോസസ് പേയ്മെന്റ് കിട്ടിപ്പോരാന്നുള്ളത് അതും അത്യാവശ്യം വലിയൊരു ബ്രാൻഡാണ്. അതുപോലെ പൈസ മേടിക്കാനും അടക്കാൻ എനിക്കൊരു മടി, ഒരു വെറുപ്പിക്കേണ്ട. എനിക്കറിയില്ല, ഞാൻ പൈസ അങ്ങനെ ആൾക്കാരെ മേടിക്കും. അത് ഞാൻ സ്റ്റിൽ ഞാൻ പഠിച്ചോണ്ടിരിക്കുകയാണ്. ഇത് എന്താ അറിയോ, നമ്മളൊരു ഇൻവോയ്സ് അയച്ച് നമ്മളെ പേയ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാലേ കിട്ടുള്ളൂ. എനിത്തിങ് ദാറ്റ് യു ഡോണ്ട് ആസ്ക് ഇറ്റ്സ് ഓൾവേസ് എ നോ. ചോദിച്ചു കഴിഞ്ഞാലേ കിട്ടുള്ളൂ. ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ അത് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ നമ്മൾ നാജിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ശരിക്ക് അത് ഒരു കമ്പനി നേരിട്ടൊരു കമ്പനി ആണെങ്കിൽ അക്കൗണ്ട്സും പിന്നെ അക്കൗണ്ട്സ് ചെയ്യേണ്ട പരിപാടിയാ. പക്ഷെ സംഭവിക്കുന്നത് നിങ്ങൾ ഇപ്പൊ നാജിന്റെ കേസിൽ നാജി ഇകോം ഷോ ലീഡ് ചെയ്യുന്നു, ഇകോം ഷോമിന് വേണ്ട സാധനങ്ങൾ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യിപ്പിക്കുന്നു, അത് കഴിഞ്ഞിട്ട് അത് ലോഡ് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അതിന്റെ പേയ്മെന്റ്സ് വാങ്ങിക്കുന്നു, അടുത്ത ഗസ്റ്റ് അതൊക്കെ തീരുമാനിക്കും. ഇതൊരു ഫുൾ സ്റ്റാക്ക് സാധനാ ചെയ്യുന്നേ. പക്ഷെ നാളെ നാജി അല്ലെങ്കിൽ റാഷി നിങ്ങൾക്ക് ഒറ്റക്ക് പോയിട്ട് കമ്പനി ഉണ്ടാക്കാൻ പറ്റും. എല്ലാം നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ആളെ ഹയർ ചെയ്യാൻ അറിയാം, നിങ്ങൾക്ക് സാധനങ്ങൾ ഉണ്ടാക്കാൻ അറിയാം, നിങ്ങൾക്ക് സാധനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അറിയാം, നിങ്ങൾക്ക് പേയ്മെന്റ് വാങ്ങിക്കാൻ അറിയാം, നിങ്ങൾക്ക് ടീമിനെ ബിൽഡ് ചെയ്യാൻ അറിയാം. അത് മീൻസ് നമ്മൾ ഒരു ജോബിൽ കയറി കഴിയുമ്പോൾ പെയ്ഡ് ആഡ് സ്പെഷ്യലിസ്റ്റ് ഓന് പെയ്ഡ് ആഡ്സ് കാര്യം കാലാകാലം ചെയ്യാൻ പറ്റുള്ളൂ. അൺലസ് ഈ വേറെ സ്ഥലത്തേക്ക് പോവാണ്ട്. അപ്പൊ എനിവേസ് അപ്പം കിച്ചു നമ്മളെ കൂടെ ട്രിപ്പ് വന്നു. കിച്ചു ട്രിപ്പ് വന്നിട്ട് ഓക്കെ ഇനി അടുത്ത കേക്കട്ടെ. ട്രിപ്പ് വന്ന് പിന്നെ എന്തൊക്കെയാണ് സംഭവിച്ചത്? പിന്നെ നമ്മള് റാഷി എന്നോട് പറഞ്ഞേ ഞങ്ങൾക്ക് ഫ്ലാറ്റിലേക്ക് ഒരു ദിവസം വന്നേ നമുക്കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പൊ നീ എനിക്കത് ചോദിച്ചു ആ ടൂൾ ക്യാംടീഷ്യ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി ന്യൂ ആയിരുന്നു, തീരെ കേട്ടില്ല ആ ടൂൾ. അപ്പൊ ഞാൻ നോക്കി ഡൗൺലോഡ് ചെയ്ത് പിന്നെ അതിന് മേലെ കളിക്കുന്നത്. അപ്പൊ എനിക്ക് വെച്ചാൽ ഒരു വീഡിയോ എഡിറ്റർ ആണ് സാധനം. അപ്പൊ ഞാൻ സ്കൂളിൽ ഞാൻ വീഡിയോ എഡിറ്റിംഗ് ടൂൾസ് യൂസ് ചെയ്തു, പ്രീമിയർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു നോളജ് അറിയാം, കട്ട് ചെയ്യുക, അതൊക്കെ വീഡിയോ എഡിറ്റിംഗ് ടൂൾസ് അറിയുന്നു. അപ്പോ ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കി. എനിക്ക് 1.5 മണിക്കൂറിന്റെ ഉള്ളിൽ ട്രൈ ചെയ്ത് മനസ്സിലായി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. അതും ഞാൻ വീഡിയോ ഒന്നും എനിക്ക് റെഫർ ചെയ്തില്ല എന്നായിരിക്കും എങ്ങനെ യൂസ് ചെയ്യേണ്ടത്. ഞാൻ തന്നെ ഇങ്ങനെ കണ്ടുപിടിച്ച് ഷോർട്ട് കട്ട് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് കട്ട് ചെയ്യുന്ന കീ ഏതാണ്, കീ ബൈൻഡ് ഏതാണ്. സ്റ്റോഡോട്ട്ലിങ്ങിന്റെ ഫസ്റ്റ് വീഡിയോ ഉണ്ട്. അതായത് അവർക്ക് സാസ് വീഡിയോ വേണം പറഞ്ഞത്. അപ്പൊ നമ്മള് ചെയ്യല്ലോ, നമ്മള് ഇപ്പൊ സർവീസ് ബിസിനസ് ആണ് റൺ ചെയ്യുന്നത്. എവിടെന്നെങ്കിലും ഒക്കെ പിന്നെ കാശ് വന്നേ പറ്റുള്ളൂ. രാശി ഉണ്ടാക്കിണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല. അപ്പൊ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഫസ്റ്റ് വീഡിയോ അതിനെ കൊണ്ട് കുറെ പ്രാവശ്യം മാറ്റങ്ങൾ ഉണ്ടായിരുന്നു, ചേഞ്ചസ് കുറെ ഉണ്ടായിരുന്നു. ഇൻ ദി എൻഡ് ഫൈനൽ വീഡിയോ ക്ലയന്റ് സാറ്റിസ്ഫൈഡ് ആയി. അല്ല, സാസ് വീഡിയോസിൽ നമ്മള് പ്ലേ ബുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മള് കൊറേ സാധനങ്ങൾ അതില് ഭയങ്കര എന്തൊരു മോട്ടിവേറ്റ് ആവുന്ന തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ആലോചിക്കുമ്പോ. കാരണം എന്താ വെച്ചാല് ഒരു ഇതില് നമുക്ക് വോയിസ് ഓവർ തന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ആദ്യം ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പോരാന്ന് പറഞ്ഞിട്ട് പിന്നെ ഫൗണ്ടേഴ്സിൽ ഒരാള് ഡയറക്റ്റ് തന്നു, അസ്ലാമക്ക് തന്നു. വോയിസ് ഓവർക്ക് അടിപൊളിയായിരുന്നു. പക്ഷെ സീൻ എന്താ വെച്ചാല് അസ്ലാമക്ക് ദുബായി പോയി അങ്ങനെ എന്തൊക്കെ ഉണ്ടായി. അപ്പൊ ഡിലേ ആയി പോയി, സാധനം കിട്ടണില്ല. ഇത് ഔട്ട് കൊടുത്താലുള്ളൂ നമുക്ക്. നമ്മള് പ്രൊജക്ട് ബേസിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പ്രൊജക്ട് കംപ്ലീറ്റ് ആയതല്ലോ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും.
അങ്ങനെ പിന്നെ ഇത് കൊടുത്തപ്പോ മൂപ്പര് സാധനം കിട്ടില്ല. മൂപ്പര് ടൈമാണ് വിഷയം. മൂപ്പര് ഇതിലുള്ള മൂപ്പര് സാധനം ബിൽഡ് ചെയ്യാൻ അല്ല അതല്ലല്ലോ. ആസ് എ ഫൗണ്ടർ അസ്ലമിന്റെ പണി അതല്ല. അല്ല. ഹീസ് ബിൽഡിംഗ് എ ലോട്ട് ഓഫ് അതർ വേറെ പ്രയോറിറ്റീസ് ഉണ്ട്. അപ്പൊ ഇത് ഓക്കെ, ബാക്കി പറയും. അതിന് ഞങ്ങളെന്താ അസ്ലം ഖാന്റെ ഒരു വോയിസ് ഉണ്ട് ഞങ്ങൾക്ക് നിലവില്. അത് വെച്ചിട്ട് ഞങ്ങളൊരു ക്ലോൺ ഉണ്ടാക്കി. ക്ലോൺ ഉണ്ടാക്കി വെച്ചിട്ട് ചെയ്ത് 1-2 വീഡിയോ ചെയ്ത്. ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ തന്നെ എടാ നിങ്ങൾ അങ്ങനെ ചെയ്തോ, അതായത് ഓരോ വോയിസ് എടുത്തിട്ട് ആ വോയിസ് വെച്ചിട്ട് നിങ്ങൾ ഒരു AI ക്ലോൺ ഉണ്ടാക്കി. ഇത് മാസ്റ്റർ മൈൻഡ് ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ സാറ് കിട്ടി. ഇവൻ തന്നെ പറയട്ടെ. അപ്പൊ അത് നമ്മള് ചെക്ക് ചെയ്ത് നോക്കി. നമ്മള് ആലോചിച്ചേ ഒരു AI വോയിസ് ഓവർ ട്രൈ ചെയ്താലും അതായത് ഫുള്ളി ഹാക്കിങ്. അതായത് അസ്ലമിനെ കിട്ടണില്ല, പക്ഷെ നമുക്ക് ഈ പ്രൊജക്ട് തീർത്താലേ കാശ് കിട്ടുള്ളൂ. അപ്പോ ഞാൻ ചെക്ക് ചെയ്തപ്പോ ഒരു ടൂൾ കണ്ടുപിടിച്ച് ആ ടൂൾ ട്രൈ ചെയ്തപ്പോ അതില് ക്ലോണിംഗ് എന്നുള്ള ഫീച്ചർ ഉണ്ട്. ആ ടൂൾ കണ്ടുപിടിച്ച് അപ്പോ അതില് AI ക്ലോണിംഗ് എന്നുള്ള ഫീച്ചർ ഒരു ഫീച്ചർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ റാഷിനോട് ചോദിച്ചു നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട്, ഒന്ന് അസ്ലം ഖാനോട് ചോദിക്കുക ഒരു 1 മിനിറ്റ് ഓഡിയോ റെക്കോർഡിംഗ് ഒന്ന് അയച്ചു തരാൻ വേണ്ടിട്ട് പറയാം. അപ്പോ അത് ഇട്ട് അക്കൗണ്ടിലേക്ക് വന്ന് അസ്ലം ഖാനിലേക്ക് വന്ന് അക്കൗണ്ട് ആക്കി അസ്ലം ഖാൻ റെക്കോർഡിംഗ് ഇട്ട് ക്ലോണും റെഡിയായി. അപ്പൊ എന്ത് ചെയ്ത് നമ്മൾ ആ ക്ലോൺ യൂസ് ചെയ്തിട്ട് എനിക്ക് 2-3 വീഡിയോസ് ചെയ്ത് കഴിഞ്ഞ് അപ്പൊ അത് ഒരു വലിയൊരു കിട്ടലാണ് ആ ഒരു ടൂള്. അത് എന്തിനാ ചെയ്തെന്നുള്ളതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും ബിഗസ്റ്റ് പോയിന്റ്. നമുക്ക് ഫൗണ്ടറെ കിട്ടില്ല. ഫൗണ്ടർ ഫുള്ളി റെസ്പെക്ട്. അപ്പൊ ഫൗണ്ടർ കിട്ടില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എന്താ, ഫൗണ്ടർ കിട്ടില്ല, വേറെ എന്തെങ്കിലും വഴി വേണം. ഫൗണ്ടർക്കാണെങ്കിൽ ആ വോയിസ് ആർട്ടിസ്റ്റിന് ഇഷ്ടപ്പെട്ടിട്ടുമില്ല. ഫൗണ്ടർ സൗണ്ട് തന്നു, പക്ഷെ സൗണ്ട് നമുക്ക് കിട്ടാൻ വഴിയുമില്ല. ഇവന്റെ സൗണ്ട് ക്ലോൺ ചെയ്യാൻ പറ്റുമോ? എന്നാ പിന്നെ അതൊന്നും നോക്കുക. മീൻസ് അത് നെക്സ്റ്റ് ലെവൽ ഷിട്ടാടാ. പിന്നെ നമ്മളൊരു ക്യാരക്ടറിനെ തന്നെ പിന്നെ ഉണ്ടാക്കി അതിന്റെ ഉള്ളില് ഫൈൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്. ലൈബ്രറി ആണ്, കുറെ വോയിസ് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് സ്ലോലി മുമ്പ് നമ്മള് അസ്ലം ഖാന്റെ ക്ലോൺ ചെയ്യുന്ന യൂസ് ചെയ്ത, പിന്നെ സ്ലോലി നമ്മൾ റിയലൈസ് ചെയ്ത് ഇത്ര ചില സമയത്ത് ചില വേർഡ്സ് കറക്റ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ പറയൂല, ക്ലോൺ ആണല്ലോ. അപ്പോ നമ്മള് ക്യാരക്ടർ ചെക്ക് ചെയ്ത് നോക്കി. അപ്പൊ നമ്മൾ ഡിസ്കഷൻ ചെയ്ത് ഇങ്ങനെ ഉണ്ട് തോന്നുന്നു. അപ്പൊ നമ്മൾ കുറച്ചിങ്ങനെ ഡിസ്കസ് ചെയ്ത് ലാസ്റ്റ് ഒരു ക്യാരക്ടർ ഫൈനലൈസ് ചെയ്ത് സെലിയോ അതൊരു ക്യാരക്ടറുടെ പേര് സാലി എന്നാണ് അങ്ങനെ സാലിനെ അമേരിക്കൻ. ഇവര് നിങ്ങൾ ഹയർ ചെയ്താൽ ഞാൻ അറിഞ്ഞിട്ടല്ലോ. സാലിയിൽ തന്നെ നമ്മള് പിന്നെ ഇതുണ്ട് ഫൈൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്. അതായത് ആ മോഡലിനെ നമുക്ക് വേണ്ട തരത്തില് ട്യൂൺ ചെയ്തിട്ടാണ് നമ്മള് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ചില സമയത്ത് ഡിഫോൾട്ട് ട്യൂണിംഗ് വർക്കാവുന്നുണ്ട്. അങ്ങനെ ബേസിക്കലി നിങ്ങള് പിന്നെ മൈക്രോ കമ്പനിയുടെ ടൂൾസ് വീഡിയോ ഉണ്ടാക്കി അവസാനം സാസ് വീഡിയോ ഉണ്ടാക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായി. ഇപ്പൊ ലാസ്റ്റ് നമ്മള് പിന്നെ ഒരു പ്രൊമോ വീഡിയോ ചെയ്തിട്ടുണ്ടായി. അതില് ഫസ്റ്റ് പാർട്ട് ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഔട്ട് വന്നിട്ട് ഞാൻ ഇങ്ങനെ ഇത് സ്റ്റോറി ടെല്ലിംഗ് അടിപൊളിയായിട്ട് തോന്നി. നമുക്ക് പറ്റാത്തൊരു എലമെന്റ് പിന്നെ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മൊത്തം പിന്നെ അസ്ലം ഖാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോന്റെ മുമ്പ് അത് വെച്ചെന്നുള്ളൂ. അതായത് ഒരു ആനിമേഷൻസ് ആണ്, നമ്മളത്തെ ചെയ്യാനുള്ള ആൾക്കാരില്ലല്ലോ. ബട്ട് ഇപ്പൊ ആലോചിക്കുമ്പോൾ നമുക്ക് അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ ചെയ്യണോ ചെയ്യണ്ടേന്നുള്ളത് വേറെ ചോദ്യം. അപ്പൊ ഞാൻ നോക്കിയപ്പോ അതിലെ സ്റ്റോറി ടെല്ലിംഗ് അടിപൊളിയാണ്. സ്റ്റോറി ടെല്ലിംഗ് ഞാൻ വരെ ഡിസ്കസ് ചെയ്തു. സ്റ്റോറി ടെല്ലിംഗ് അടിപൊളിയാണല്ലോ. പിന്നെ ഇത് സ്ക്രിപ്റ്റ് ആയിരുന്നു. സ്ക്രിപ്റ്റ് നമ്മളതാണ് നമ്മൾ കൊടുത്ത സ്ക്രിപ്റ്റിനാണ് അത് ഫീഡ്ബാക്ക് കിട്ടിയിട്ടാണ് ഓരോ ഇത് മാറി മാറി. അപ്പൊ അതിനൊരു പ്ലേ ബുക്ക്, അതായത് ഒരു പിന്നെ വീഡിയോ വരുമ്പോ അത് ഇപ്പൊ മിസ്ബ എന്നെ ഹയർ ചെയ്ത് മിസ്ബ നമ്മളിപ്പോ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഹയർ ചെയ്യുന്ന ഒക്കെ ആദ്യം ഫ്രീലാൻസ് ആയിട്ടാണ്. എനിക്ക് ഓർമ്മ വരുന്നത് ഞാന് പിന്നെ എല്ലാ മാസവും റാഷിനോട് ചോദിക്കും, പക്ഷെ സാലറി റിലീസ് ചെയ്യണം, എന്താ അവസ്ഥ ആയിരിക്കും. റാഷി അറിയും കുഴപ്പമില്ല സെറ്റ്. എങ്ങനെ സെറ്റ്? നമ്മള് പോഡ്കാസ്റ്റ് ആ കൂടി ഇത്രയല്ലേ ചെയ്തിട്ടുള്ളൂ, മറ്റേ പിന്നെ എങ്ങൊക്കെ ആയിരുന്ന പൈസ. അപ്പൊ റാഷി അറിയും ഇല്ല ഞങ്ങൾ അതിന്റെ ഇടക്ക് 2 സാസ് വീഡിയോ അടിച്ചിരുന്നു. അപ്പൊ ആണോ എന്ത്? അപ്പൊ ഞാൻ ആക്ച്വലി ഈ സാസ് വീഡിയോ സാധനത്തില് എന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാന്ന് തന്നെ പറയാം. ഇല്ലേ, ഞാൻ അതിന്റെ അകത്ത് ഒന്നും ഇടപെട്ടിട്ടില്ല.
ഓക്കെ. അപ്പം മീൻസ് അത് എപ്പോഴും മീൻസ് ഞാനിങ്ങനെ ഓക്കെ ഈ മാസം ടൈറ്റ് ആവും എന്ന് വിചാരിച്ചിരിക്കുമ്പോ റാഷി വിളിച്ചു പറയും ഇല്ല ടൈറ്റ് ഒന്നുമില്ല, സെറ്റാണ്, ഒരു പ്രശ്നമില്ല. അപ്പൊ ഞാൻ ഈ മാസം സെറ്റായോ? എനിവേസ് മീൻസ് അതാണ് എനിക്ക് തോന്നുന്ന ആ ഒരു പിന്നെ അങ്ങനെ ഒരു ടീം മീൻസ് അതാണ് എനിക്ക് ഈ ടീമിലൊരു കോൺഫിഡൻസ്. അതായത് നിങ്ങളെല്ലാരും സെൽഫ് സഫീഷ്യന്റ് ആണ്. അതായത് നിങ്ങളൊക്കെ നോക്കണത് ഇപ്പം നമ്മൾ ചെയ്യുന്നത് സെയിം റാഷിന്റെ അതേ മോഡലിലേക്കാണ് നാജി വരുന്നത്. നാജിയാണ് ആ ഇകോം ഷോന്റെയും KPH-ന്റെയും റവന്യൂ മോഡൽ ഇനി ശരിയാക്കുക. ഡാഡി എന്നെ സഹായിച്ചു. അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു പുതിയൊരു സാധനം കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാനത് ചെയ്യാൻ നിൽക്കൂല. കാരണം കിൽഡർ വർക്കൊക്കെ തന്നെ ഇങ്ങനെ നടന്നിട്ട് എന്താ പറയാ, ഉദാഹരണം പറഞ്ഞാല് നമ്മളിപ്പം ഇൻസ്റ്റഗ്രാമില് നമ്മള് അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അങ്ങനത്തെ ഒക്കെ ഇന്റെ മൈൻഡിൽ ഉണ്ടാവും പല കാര്യങ്ങളും ഇപ്പൊ. പക്ഷെ അത് ഞാൻ തുടങ്ങി വെക്കൂല. കാരണം എന്താ വെച്ചാൽ ഇന്റെ ബാക്കിയുള്ള വർക്കുകളൊക്കെ ഇങ്ങനെ അങ്ങനെ തീർന്നു അപ്പോഴേക്ക് ഡാഡിനെ പറയും ഇങ്ങനെ തുടങ്ങിയാലോ. അപ്പൊ ഇനിയിപ്പോ ഡാരി പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു ഡാരിനെ സംഭവം എനിക്ക് തോന്നുന്നേ രാജു മൈൻഡ് ചിന്തിക്കുന്നേ ഇതിപ്പോ ചെയ്തിട്ടില്ലെങ്കിൽ അവൻ കയറി ചെയ്യും, അത് ഞാൻ തന്നെ ചെയ്യുന്നേ. അതെ, ഇതിപ്പോ ഞാനിപ്പോ എന്തെങ്കിലും ഇപ്പൊ എവിടെയും ബുദ്ധിമുട്ടിയാല് എനിക്ക് പേടിക്കണ്ട. ഞാനിപ്പോ ഇന്നലെ ഞാൻ ലീവായിരുന്നു. ഇന്നലെ എനിക്ക് ഫാമിലി ട്രിപ്പ്. ഇപ്പൊ റാഷിദ് ഉണ്ട്. കാരണം റാഷിദ് ഓൾറെഡി ഇതൊക്കെ ത്രൂ ഔട്ട് വന്നതാണ്. ഡാരിന് പറ്റും, പിന്നെ നിഹാലിന് പറ്റും. കാരണം നിഹാലാണ് ആരെവിടെ തല കാണണം എന്നുള്ള തീരുമാനിച്ചില്ല. പിന്നെ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആഴ്ചയിൽ 2 പോഡ്കാസ്റ്റ് ഒരു ചങ്ങായി എഡിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ പറ്റുന്നത്. കാരണം ഒരു സിനിമ എഡിറ്റ് ചെയ്യുന്ന സാധനമാണ് ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ നിഹാലിപ്പം പറയാണ് ഇന്റെ ജോബ് 9 to 5 ആന്ന് പറഞ്ഞാല് ഒരു കാലത്ത് ഇത് തീരാൻ പോകുന്നില്ല. അങ്ങനെ അതാണ് ഈ 0 to 1 സ്റ്റേജിലുള്ള ടീമിന്റെ പ്രത്യേകത. എന്താണോ വേണ്ടത് അതാണ് ചെയ്യേണ്ടത്. എന്റെ ആൾക്കൂടിയുള്ള പേടി കമ്പനി വലുതാവുമ്പോ കുറെ പോളിസിയും ഇതൊക്കെ വരും. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയിലെ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന 1% ഒരു 20 ആൾക്കാരിൽ കൂടുതൽ ഉണ്ടാവരുത് എന്നാണ് എന്റെ ആഗ്രഹം. സംഭവിക്കുന്നത് എന്താ പറയുക, ഈ കമ്പനി വലുതാവുമ്പോ ഇപ്പൊ നമ്മളൊരു ഇതില്ലേ, നമ്മളൊരു വൈബ്, കോമൺ വൈബ്, ഈ വൈബ് അങ്ങോട്ട് നഷ്ടപ്പെടും. അതോടെ ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചറിലേക്ക് വന്നു കഴിഞ്ഞാല് പിന്നെ സ്ട്രക്ചറായി. അപ്പൊ എന്ത് സംഭവിക്കും, ഓരോരുത്തർക്കും ഐ ഡോണ്ട് ഫീൽ കംഫർട്ടബിൾ എനിമോ, എനിക്കൊരു രസമല്ല. ആ രസം പോണോടത്താണ് കമ്പനി വീണ് താഴത്തേക്ക് പോയി തുടങ്ങുക. അറിയില്ല, മുകളിലിരിക്കുന്ന ആളെ ഇപ്പൊ അറിഞ്ഞോളണമെന്നില്ല ഇത് ഓക്കെ ദിസ് ഇസ് ഗോയിങ് ഡൗൺ എന്നല്ലേ. അപ്പം എനിവേസ് നമ്മള് ഐ നെവർ വാണ്ട് ടു ബിൽഡ് എ വെരി വെരി ലാർജ് കമ്പനി വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ. യെസ് വി വിൽ എൻഗേജ്, നമ്മൾ കുറെ ആൾക്കാരെ എൻഗേജ് ചെയ്യും, കുറെ ഫ്രീലാൻസേഴ്സിനെ എൻഗേജ് ചെയ്യും, ഇൻഡയറക്ട്ലി കുറെ ആൾക്കാർക്ക് നമ്മൾ റവന്യൂ ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ നമ്മളെ സ്വന്തം ടീം ഇറ്റ് വിൽ റിമെയിൻ ലിമിറ്റഡ്. ഇപ്പൊ എനിക്ക് തോന്നുന്നതാണ്, മേ ബി നാളെ നമുക്ക് വേറെ എന്തോ തോന്നിയാൽ നമ്മൾ എല്ലാരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വേറെ തോന്നിയാൽ നമ്മളിപ്പോ മാറ്റാൻ മതി. പക്ഷെ ആസ് ഓഫ് നൗ എനിക്ക് തോന്നുന്നത് വി ഷുഡ് റിമെയിൻ സ്മോൾ, വി ഷുഡ് റിമെയിൻ ഫ്രൂഗൽ ആസ് ഓഫ് നൗ ആൻഡ് ദെൻ കീപ് ബിൽഡിങ്. ഇപ്പൊ നമ്മൾ സ്ഥിരമായി ആയിക്കോട്ടെ ഷാൻ കാണുന്ന വിഷൻ. ഇപ്പോ നമുക്ക് കണ്ടന്റിൽ നമ്മള് ഷാൻ കാണുന്ന വിഷൻ കണ്ടന്റിൽ നമുക്ക് ഇകോം ഷോ നമ്മൾ ബിൽഡ് ചെയ്തു, KPH ബിൽഡ് ചെയ്ത്, വേറെ ക്ലയൻസ് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് പുതിയൊരു നല്ലൊരു ക്ലയന്റിനെയും കൂടി പിന്നെ ഓൺ ബോർഡ് ചെയ്യാൻ അവസരം വന്നിട്ടുണ്ട്. അവിടെ കണ്ടന്റ് മിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മള് ഗുഡാണ്. ഇപ്പുറത്ത് നമ്മൾ സാസ് പ്രോഡക്റ്റും ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ക്ലബ് ചെയ്തിട്ട് എന്താണ് ഷാൻ കാണുന്നത് ദ 1% എന്നുള്ള കമ്പനി ഒരു 3 years കഴിയുമ്പോൾ 3 years കഴിയുമ്പോൾ നമ്മളെ ജേണി, എക്സിസ്റ്റിംഗ് ജേണി മാപ്പ് ചെയ്താണ്. നമ്മൾ എവിടെയായിരുന്നു ഫെബ്രുവരി 2023 റാഷിദ് വരുമ്പോൾ, നവംബറിൽ നാജി ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ എവിടെയായിരുന്നു, നിഹാല് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് പോഡ്കാസ്റ്റ് ചെയ്യാം. രണ്ട് പോഡ്കാസ്റ്റ് നമ്മൾ തുടങ്ങിയിരുന്നു. ഇപ്പൊ നമുക്ക് എത്ര എപ്പിസോഡ് നമ്മൾ എയർ ചെയ്തിട്ടുണ്ടാവും? 15 ഒന്നല്ല, രണ്ടും കൂടി 20ന്റെ മുകളിൽ പോയില്ലേ? 30ന്റെ അടുത്ത് പോഡ്കാസ്റ്റുകള്
ഒന്ന് മീൻസ് ഇവരൊന്നും എനിക്കൊന്ന് നാജി വരുന്ന സമയത്ത് പോഡ്കാസ്റ്റ് ആണ് ഈ കമ്പനി ചെയ്യുക. മീൻസ് ഇപ്പോഴും നമുക്കറിയില്ല. അൾട്ടിമേറ്റ്ലി ഞാൻ കാണുന്നത് നമ്മളൊരു B2B SaaS ഉണ്ടാക്കും, വിച്ച് വിൽ ബി യൂസ്ഡ് ബൈ thousands or 10,000s ഓഫ് ഇ-കൊമേഴ്സ് സ്റ്റോഴ്സ് എന്നാണ് ഞാൻ ഇപ്പൊ കാണുന്നത്. പക്ഷെ ഇപ്പം പല ഫോട്ടോസും വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ഇ-കോം ഷോയില് ഞാനൊരു കമ്മ്യൂണിറ്റി ഡ്രിവൺ ആപ്പ് ഞാൻ ഓപ്പർച്യൂണിറ്റി കണ്ടിട്ടുണ്ട് പറഞ്ഞിട്ട് സെലി വിളിച്ചിരുന്നു, ആപ്പ് മേക്കറിന്റെ. മേ ബി അതായിരിക്കാം നമ്മളെ B2B SaaS. അറിയില്ല. ഞാനിപ്പോ അടുത്ത് ഒരു ടെക്സാസ് പിന്നെ കമ്പനി ഇതുണ്ടല്ലോ, എന്തൊക്കെ പേര്, ആക്സിലറേറ്റർ, പിന്നെ ടെക്സ്റ്റാർസിന്റെ പിന്നെ ആക്സിലറേഷൻ, ഐ മീൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കമ്പനി. അവര് US എന്നുള്ളതാണ്, US ഏതോ സിറ്റിയിൽ നിന്നുള്ള പിന്നെ കമ്പനി. അതിന്റെ കോഫൗണ്ടറിനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് പറഞ്ഞത് ഞാന് പിൻ പോയിന്റ്ലി ആണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ മൂപ്പര് പറഞ്ഞു നിങ്ങള് ബിൽഡ് ചെയ്ത അവര്, എനിക്ക് തോന്നുന്നു അവർ ഈ ടെക്കിന്റെ ഒക്കെ അപ്പുറത്ത് ഈ ടീം എന്താണ് കപ്പാസിറ്റി ഉള്ളത് എന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് തോന്നുന്നു. ഇറ്റ് ഈസ് നെവർ അബൌട്ട് ദ ടെക് ഒന്നുമല്ല, ഇറ്റ് ഈസ് ദ ഫൗണ്ടേഴ്സ് ആൻഡ് ദ ടീം. ആരാണ് ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഏത് ഇൻവെസ്റ്ററും നോക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ പ്രൊഡക്റ്റ്. ഇപ്പൊ ജിജോ YC-യിലെത്തിയത് ബ്രൂ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ്. പറയുന്നത് പോഡ്കാസ്റ്റാ. പോഡ്കാസ്റ്റ് ഐഫോണിൽ എനിക്കൊന്ന് പെയ്ഡ് മോഡലിൽ ചെയ്യുന്ന ഒരു കമ്പനി ആയിരുന്നു. ബ്രൂ വെച്ചിട്ടാണ് YC-യിൽ കയറിയത്. അത് കഴിഞ്ഞ് അവര് വിചാരിച്ച പോലെ ബ്രൂ വളരുന്നില്ല. പക്ഷെ സൈഡിലൂടെ ബൈമിയ കോഫി വളർന്നു, സൈഡ് ഹസിലായിരുന്നു. ജിജോ എന്ത് ചെയ്തു, ബ്രൂ അങ്ങോട്ട് ഷട്ട് ഡൗൺ ചെയ്ത് ബൈമിയ കോഫി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റർ YC-കാർക്കൊക്കെ ഇമെയിൽ അയച്ചു, ഞാൻ അങ്ങനെ ബ്രൂ ഷട്ട് ഡൗൺ ചെയ്യാണ്, വി ആർ മൈഗ്രേറ്റിംഗ് ടു ബൈമിയ കോഫി. അപ്പം അവർ റിപ്ലൈ ചെയ്തതാണ് അതിലൊരു രസം. അവർ റിപ്ലൈ ചെയ്തത്, ഇത് എന്തുകൊണ്ട് നമ്മളോട് നേരത്തെ പറഞ്ഞില്ല, അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ എടുത്തില്ലേ. അപ്പം അവിടെ എന്താ സംഭവിച്ചത്, അവിടെ ആ പ്രൊഡക്റ്റ് ഫെയിലായി. പക്ഷെ ദ ഫൗണ്ടർ ഡിഡ് നോട്ട് ഫെയിൽ. കഴിഞ്ഞ നമ്മള് ഇ-കോം ഷോയുടെ ഇതിൽ കുറച്ച് സ്ട്രക്ചർ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഇങ്ങനത്തെ കൂടിയിരിക്കലിലൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വീക്കിലി വൺസ് ഞാൻ ചൊവ്വാഴ്ച ഡാരിൻ പിന്നെ GCC-യിൽ പോണതിന്റെ മുമ്പ് വരെ നമ്മള് ഇരുന്നിട്ട് സംസാരിച്ചിട്ട് പിന്നെ ഒരേ ലൈനിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മള് പിന്നെ കൂടുന്നുണ്ട്, പക്ഷെ വർക്കാണ്, ഷൂട്ടിന്റെ ഇടയ്ക്ക് പിന്നെ ടൈം ഇട്ടില്ല. ലാസ്റ്റ് 2 വീക്ക് ഞാൻ ഇന്നലെ രാത്രി വിളിച്ച് ഫിറ്റാക്കി വോയിസ് ഇട്ടത് അതാണ്. ആരും കിട്ടാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ ഒരു സംഭവം ചെയ്തതിൽ എനിക്ക് ഇപ്പൊ ഭയങ്കര സന്തോഷം. ഞാൻ ഉദ്ദേശിക്കണ അത്രേ ഉള്ളൂ. ഞങ്ങളെ കൂടെ ഇരിക്കണതിന് ഭയങ്കര ഡിസ്കഷനോ കാര്യങ്ങളോ ഒന്നും, ഞാൻ സ്ട്രാറ്റജി പ്ലാനിങ് ഒന്നും എനിക്ക് വേണമെന്നില്ല. പക്ഷെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക എന്നുള്ളതാണ് എന്റെ പിന്നെ എന്തുണ്ടായത്, എന്താണ് ഞാൻ ഉദ്ദേശം ഉണ്ടായത്. അപ്പൊ അത് ക്യാപ്ചർ ചെയ്തതിലും വെരി പിന്നെ ഹാപ്പി. ഓക്കെ, രണ്ടാളും കൂടി ഉണ്ട് കേട്ടോ, അൻഷദും ഉണ്ട്, സുഹൈലും ഉണ്ട്. ഇത് മിക്കവാറും ഈ എപ്പിസോഡ് എയർ ചെയ്യുമ്പോ നമ്മളെ തലക്കടി കിട്ടും. അല്ല, തലക്കടി കിട്ടുന്നില്ല ഉറപ്പായി. ഇനിയിപ്പോ അതെങ്ങനെ സോൾവ് ചെയ്യുന്നില്ല നമുക്ക് വേറെ ആലോചിക്കാം. നെക്സ്റ്റ് ടൈം ഇത് പിന്നെ നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുകയാണെങ്കിൽ ഇത് ഞങ്ങളെങ്ങനെ ബിൽഡ് ചെയ്യുന്നുള്ളതിന്റെ ഒരു പബ്ലിക്കലി ഉള്ള ഒരു വലിയ ലോങ് ഫോം കണ്ടന്റ് ആണ്. അപ്പോ ഞങ്ങളിതിപ്പോ ഗാഡ്ജറ്റ്സ് ഉണ്ട് ഇത് ഷൂട്ട് ചെയ്യാനുള്ള, ക്യാപ്ചർ ചെയ്യാനുള്ളത്. ഇത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ ഫൈൻഡ് ചെയ്താൽ ജസ്റ്റ് പിന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക, ഒന്ന് DM ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അതായത് ഞങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും വാല്യൂ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ മാത്രം നമ്മൾ ചെയ്തൊരു കാര്യം. അതല്ലെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഡോക്യുമെന്റ് ചെയ്യാന്നുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് അത് വേറെ ഒരു പർപ്പസും മീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പിന്നെ പറയാം. ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരു മെഡിറ്റേഷൻ കഴിഞ്ഞ ഫീലൊക്കെ ഉണ്ട് എനിക്ക്. അപ്പൊ താങ്ക് യു.